13 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജസിദ്ധൻ അറസ്റ്റിൽ എന്നാണ്. ഈ വ്യാജസിദ്ധൻ എന്നുള്ളൊരു ഇതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. വ്യാജ കള്ളൻ ഉണ്ടോ, അല്ലെങ്കിൽ വ്യാജ തട്ടിപ്പുകാരൻ ഉണ്ടോ? ജയ്പൂരിൽ ഓപ്പൺ സ്പേസിൽ എന്ത് വെച്ചു? എയർ പ്യൂരിഫയർ വെച്ചു. അത് ലോകത്ത് ആദ്യമായിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തപ്പോൾ വേൾഡ്സ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. സംഭവം എന്താണെന്നറിയോ? വേറെ ആരും ചെയ്യാത്തത് മണ്ടത്തരായതുകൊണ്ടാണ്. NLP ഇപ്പൊ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇതിൽ സയന്റിഫിക് അല്ലാത്തൊരു സാധനമാണെന്ന് ഒരിക്കലും കേട്ടാൽ തോന്നില്ല. ആക്ച്വലി ഇത് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് എ സ്യൂഡോ സയൻസ് ആണ്. ഒരു ആൾദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിന്റെ പ്രശ്നമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ആ ഹോപ്പ് കിട്ടുകയാണ്. അത് വേറെ എവിടെ നിന്ന് കിട്ടും? ഒരു സൈക്കോളജിന് പറയാൻ പറ്റില്ല. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണത്തിക്കലാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും അത് ചെയ്ത് കിട്ടാനായിട്ട്. എവറസ്റ്റ് കയറാൻ പോയ ആൾക്കാർ ആരെങ്കിലും പകുതി മനസ്സിൽ പോയവരാണോ? അവരൊക്കെ അത്രയും തീവ്രമായ ആഗ്രഹത്തിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ട്രെയിനിങ് എടുത്തിട്ട് പോയ ആൾക്കാരാണ്. എന്നിട്ട് എന്തേ പ്രപഞ്ചം അവരുടെ കൂടെ നിന്നില്ല? നിങ്ങൾ ആൾക്കാരെ വശീകരിക്കാൻ ഇടത്തെ കണ്ണിലേക്ക് നോക്കുക, എന്നിട്ട് വായയിലേക്ക് നോക്കുക, എന്നിട്ട് വലത്തെ കണ്ണിലേക്ക് നോക്കുക. അപ്പോൾ അവർ നിങ്ങളിൽ ആകർഷണമാവും. പാരാസൈക്കോളജിയാണ്. പാരാസൈക്കോളജിക്ക് പാരയായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. ശശി പാലാരിവട്ട ശശി എന്ന് പറയുന്നുണ്ടല്ലേ. ആ കൂടെ വന്ന കുഞ്ഞിരാമനാണ് സയൻസ്. നമ്മൾ സയൻസ് പഠിക്കുക, സയൻസിനെ കൂടെ കൂട്ടുക. പ്രീ ഡിഗ്രിക്കാരൻ്റെ മതമാണെന്നാണ് പറയുന്നത്. പ്രീ ഡിഗ്രി ലെവൽ വേണ്ട, 4ാം ക്ലാസ്സും കുസ്തിയാണെങ്കിലും മതി. പക്ഷേ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനമാണ്. എല്ലാവരും നമസ്കാരം. സൈക്കോളജിയിലെ കുമ്പിടികൾ എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. സൈക്കോളജിയിൽ ഒരുപാട് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സൈക്കോളജിയിൽ നിന്ന് അല്ല, സൈക്കോളജി ആണെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുമ്പിടി എന്നുള്ളൊരു ഇത് ഉപയോഗിച്ചത്. കുമ്പിടി എന്നുള്ള എല്ലാവർക്കും നന്ദനം എന്നുള്ള സിനിമയിൽ നിന്ന് അറിയാലോ ആ കഥാപാത്രം. അതിലെ ഉണ്ണിയമ്മ പറയുന്നുണ്ട്, സിദ്ധനാ, മഹാസിദ്ധനാ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചൊരു ടൈറ്റിൽ ഇതാണ്. ഒരു കഷ്ണം, വ്യാജസിദ്ധൻ അറസ്റ്റിൽ എന്നാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ വ്യാജസിദ്ധൻ, അപ്പോൾ യഥാർത്ഥ സിദ്ധൻ ആരാണ്? ഇതെങ്ങനെ മനസ്സിലാവും? അപ്പം അവിടെ അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട്. അത് ഒരു 13 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജസിദ്ധൻ അറസ്റ്റിൽ എന്നാണ്. അപ്പോൾ ഈ വ്യാജസിദ്ധൻ എന്നുള്ളൊരു ഇതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ വ്യാജ കള്ളൻ ഉണ്ടോ, അല്ലെങ്കിൽ വ്യാജ തട്ടിപ്പുകാരൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ തോന്നി. നമുക്ക് നോക്കാം എന്തായാലും സൈക്കോളജിയിൽ എങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിയിലുള്ള അങ്ങനെയുള്ള പ്രവണതകളെക്കുറിച്ചാണ് സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. പുലിവാൽ കല്യാണം എന്നുള്ള സിനിമയിലെ ഇതാണ്. ആ 2 കോട്ടിട്ട ആൾക്കാരുടെ ഇടയിൽ ഒരാൾ മാത്രം വേറൊരു അതൊട്ടൊട്ടും മാച്ച് ആവാത്തൊരു ഡ്രസ്സ് ആയിട്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ സൈക്കോളജിയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഇടയിൽ ഇത് സൈക്കോളജി എന്ന് പറഞ്ഞ് ഇവിടെ ആരാ കയറിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുള്ള ഇതുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുള്ളൂ. ഇത് ഇങ്ങനെ കാണുന്നത് സൈക്കോളജി പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. സാധാരണ ഒരാളെ സംബന്ധിച്ച് അത് മറ്റ് സൈഡിലിരിക്കുന്ന ആൾക്കാരെക്കാളും നല്ല മികച്ച കൂട്ടിട്ടിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളൊരു വ്യത്യാസമുണ്ട് ആ ചിത്രമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സ്യൂഡോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സൈക്കോളജി ആണെന്ന് അവകാശപ്പെടുകയോ അല്ലെങ്കിൽ സൈക്കോളജിയെ പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയോ, എന്നാൽ യാതൊരു ശാസ്ത്രീയ തെളിവോ അങ്ങനെയൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് അത് വർക്ക് ചെയ്യുന്ന മെത്തേഡുകളൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് വലിയൊരു അങ്ങനെ വർക്ക് ചെയ്യുന്നതാണെന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനത്തെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അത് സൈക്കോളജിക്കൽ അല്ല, അതിന് തെളിവില്ല, അതിന് ഫലങ്ങളും ഇല്ല. വളരെ താൽക്കാലികമായിട്ടുള്ള ചില റിസൾട്ട് ഉണ്ടാവാം. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് സൈക്കോളജി ആണെന്ന് അവകാശപ്പെടുകയോ അല്ലെങ്കിൽ സൈക്കോളജി പോലെയുള്ള സർവീസസ് ഒക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളതിനെയാണ് സ്യൂഡോ സൈക്കോളജി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് ഈ പറഞ്ഞ സ്യൂഡോ സൈക്കോളജി ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ബ്രീഫായിട്ട് അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാനും അത് എങ്ങനെയാണത് അവർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ പറയുന്നത്, അവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതും, പിന്നെയുള്ളത് എന്താണ് അത് എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു, അതിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാരത് ഉപേക്ഷിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇതിന് ആൾക്കാരായിട്ട് പുറകെ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അത് വൈ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളൊരു ഇതിൻ്റെയും കൂടെ അതാണ് എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം. അതുകൊണ്ട് തന്നെ ഇയാൾ ഇന്ന തട്ടിപ്പ് ചെയ്യുന്നുണ്ട്, മറ്റേ തട്ടിപ്പ് ചെയ്യുന്നുണ്ട്, ഒരാളെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് പോകുന്നു, ഓക്കെ, ശാസ്ത്രീയം അല്ലെങ്കിൽ പിന്നെ റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നുള്ള ഒരു ഇതിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം.
ഇത് കുറേ ദൈവങ്ങളാണ്. ഇതിൽ പല സ്ഥലത്തു നിന്നുള്ള ദൈവങ്ങളുണ്ട്. ജപ്പാനിൽ നിന്നുണ്ട്, ചൈനയിൽ നിന്നുണ്ട്, ആഫ്രിക്കയിൽ നിന്നുണ്ട്, യൂറോപ്പിൽ നിന്നുണ്ട്. മുകളിലുള്ള 3 നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യം കാണുന്നത് വസൂരിമല എന്ന് പറഞ്ഞ ഒരു തെയ്യമാണ്. രണ്ടാമതുള്ളത് മാരിയമ്മൻ എന്നുള്ള, അതേപോലെ മൂന്നാമതുള്ളത് ശീതളമാത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അത്ര പോപ്പുലർ അല്ലാന്ന് തോന്നുന്നു, നോർത്തിൽ അതൊക്കെ വളരെ ഇതാണ്. ഇതിൻ്റെ കോമൺ ഫാക്ട് ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം വസൂരി ചികിത്സിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളാണ്. വസൂരി മാറാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ വസൂരി മാറാനുള്ള ആഗ്രഹം ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ അതിന് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ദൈവങ്ങൾ, ഇതിപ്പോൾ ഈ കാണിച്ചതല്ല കേട്ടോ, ഇതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ട്. നമ്മൾ ഓരോ ട്രൈബിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ ദൈവങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഈ വസൂരി ആദ്യം ഡിറ്റക്ട് ചെയ്ത അല്ലെങ്കിൽ ആദ്യം റെക്കോർഡുകൾ ഉള്ളത് BC കാലഘട്ടത്തിൽ വരെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലൊക്കെ വസൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ ഈ ദൈവങ്ങളൊക്കെ ആരാധിച്ചിരുന്നു. പക്ഷേ അത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അൾട്ടിമേറ്റ്ലി അത് എപ്പോഴാണ് ഇറാഡിക്കേറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? എഡ്വേർഡ് ജെന്നറിൻ്റെ കണ്ടുപിടുത്തമാണ്. വാക്സിൻ എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിലൂടെയാണ് അത് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ സയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ ഒരുപാട് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വസൂരി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അത് ഇറാഡിക്കേറ്റ് ചെയ്തു എന്നുള്ള ആശ്വാസത്തിലിരിക്കാം. പക്ഷേ ആക്ച്വലി എന്താണ്, ഈ 20th സെഞ്ച്വറിയിൽ മാത്രം അത് 30 കോടി ആൾക്കാരെ കൊന്നിട്ടുണ്ട്. 30 കോടി ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഈ ഒരു അസുഖം വന്നിട്ട്. 1980-ലാണ് ഔദ്യോഗികമായിട്ട് അത് ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിൽ മാത്രം 30 കോടി ആൾക്കാരെ കൊന്ന ഒരു രോഗം, ഒട്ടുമിക്ക കൾച്ചറുകളിലും ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മാറിയില്ല. വാക്സിൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പോഴാണ് മാറിയത്. അത് ഡിസ്കവർ ചെയ്ത് 1796-ലാണ്. അത് ഇറാഡിക്കേറ്റ് ചെയ്ത് 1980-ലാണ്. അപ്പോൾ ഇത്രയും കാലയളവിൻ്റെ ഇടയിൽ വാക്സിനെതിരെ ഒരുപാട് കോൺസെപ്റ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വാക്സിനെ കുറിച്ചൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയണമെന്നുള്ളത് ഞാൻ അതിലേക്ക് എത്താം. അപ്പോൾ പ്രധാന പ്രശ്നം എന്താണ്? സോ വാട്ട് ഈസ് എ പ്രോബ്ലം? സയൻസ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ മനസ്സിലാക്കി അംഗീകരിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഉത്തരം ഓൾറെഡി അവിടെ ഉണ്ട്, റെഡിലി അവൈലബിൾ. പക്ഷെ ആൾക്കാർ എടുക്കുന്നില്ല, ആൾക്കാരത് സ്വീകരിക്കുന്നില്ല. പല കാരണങ്ങളാണ്. ഇപ്പോൾ ഈ കൗ പോക്സ് എന്നുള്ള ഇതിൽ നിന്നാണ്, അപ്പോൾ പശുവിൻ്റെ ഇതിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ പശുവിൻ്റെ രീതിയാവുമോ, ശരീരം പശുവിൻ്റെ രീതിയിലായി പോകുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് അധികാരമുള്ളവർ സാധാരണക്കാരെ പോയ്സൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് എന്നുള്ള ആരോപണം വന്നു. പിന്നെ അല്ലെങ്കിൽ അവരെ എന്താ പറയുക, അവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ വന്നു. പിന്നെ ദൈവത്തിൻ്റെ ദേവി വിളയാടുക എന്നുള്ള ഇതിലാണല്ലോ മുമ്പ് കണ്ടിരുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് എതിരായിട്ട് പോവുകയാണ് ഇങ്ങനെ ഈ അസുഖം ചികിത്സിക്കുമ്പോൾ. ഇത്രയും പേര് മരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കണം. എന്നിട്ട് അതിലാണ് ഇങ്ങനത്തെ ആരോപണങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ചാൽ സയൻസ് ഇതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒറ്റയടിക്കല്ല ഇവോൾവ് ചെയ്ത് വന്നതാണ്. പക്ഷേ ദർ ഇസ് എ സൊല്യൂഷൻ. പക്ഷേ ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ട്രോളുകളായിട്ട് വന്നിരുന്ന കാര്യമാണ് എന്താണ്, ഈ കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷേ അത് തോൽവിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാടെന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ വരുന്നത്. ഇത് സയൻസിന് ഉത്തരമൊക്കെ കണ്ടെത്തി, ഇത് ആൾക്കാരുടെ എങ്ങനെ ഈ മറുതായോടെ എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കും എന്ന് പറഞ്ഞ പ്രശ്നമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഉത്തരം കണ്ടെത്തിയിട്ട് ഇത് ആൾക്കാരെടുക്കാത്തതിൻ്റെ പ്രശ്നം. ഓക്കെ, അതാണ് ഇത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഫോട്ടോ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ്. ഇത് ഫ്രാൻസിലാണുള്ളത്. ഫ്രാൻസിൻ്റെ ഇതിനു മുമ്പ് ജർമ്മനിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ജർമ്മനിയിൽ 2011 മുതൽ അവർക്ക് കുറേ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ട് മൊത്തം ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു വെച്ചാൽ ഫുക്കുഷിമ ഡിസാസ്റ്റർ വന്നപ്പോൾ അതിൻ്റെ പേടിയിൽ, അപ്പോൾ ന്യൂക്ലിയർ സേഫ് അല്ല എന്നുള്ള ഇതിൽ എന്ത് ചെയ്തു, അവർ ഇമ്മീഡിയറ്റ്ലി ആ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പോളിസി നടപ്പിലാക്കി. മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കി. ഏറ്റവും അഗ്രസീവായിട്ട് ചെയ്ത് രാജ്യങ്ങളിലൊന്ന് ജർമ്മനിയായിരുന്നു. അപ്പോൾ അവരുടെ പവർ സോഴ്സിൻ്റെ 30% ന്യൂക്ലിയർ ആയിരുന്നു. അത് പെട്ടെന്ന് കുറേശ്ശായിട്ട് ഇല്ലാണ്ടാക്കിയപ്പോഴത്തേക്ക് അവർക്ക് പവർ ഷോർട്ടേജ് വന്നു. അപ്പോൾ അവർ ചുറ്റുമുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് ഫ്രാൻസിനെയാണ്. ഈ ഫ്രാൻസിൻ്റെ 70% എനർജി ഉണ്ടാക്കുന്നത് ന്യൂക്ലിയറിലൂടെയാണ്. അതാണ് അതിനകത്ത് തമാശ. ഈ റിയാക്ടർ പ്രത്യേകിച്ചും ഫെസൻഹെയിം എന്ന് പറഞ്ഞ റിയാക്ടർ നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ സൈഡിലൊരു പുഴയുണ്ട്. ആ പുഴയുടെ അപ്പുറം ജർമ്മനിയാണ്. അപ്പോൾ ന്യൂക്ലിയർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കട്ട് ഡൗൺ ചെയ്യുന്നു.
എന്നിട്ട് അപ്പുറത്തെ രാജ്യത്ത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാക്കുന്ന കറണ്ട് മേടിക്കുന്നു. എന്തൊരു സ്റ്റുപ്പിഡിറ്റി എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഏതോ BC കാലത്തിൽ നിന്നല്ല, ഈ കുറച്ച് ജസ്റ്റ് 15 years ബാക്ക് സംഭവിച്ച കാര്യമാണ്. ആൻഡ് ഇപ്പോൾ ജർമ്മനിയിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒന്നും ഇല്ല, അവർ ഘട്ടം ഘട്ടമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഈ റിയാക്ടറും ആക്ച്വലി ഫ്രാൻസിലും ഇതേ പരിപാടി കൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ പേടി കൊണ്ട് നിർത്തി. ഇതിന് ഈ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ എന്താണ്? ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി വൺ ഓഫ് ദ ക്ലീനസ്റ്റ് എനർജി സോഴ്സ് ആണ് ന്യൂക്ലിയർ. ആൾക്കാർ പേടിക്കുന്നത് പോലെ അല്ല. ഞാനതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷേ കാർബൺ എമിഷൻ ആണെങ്കിലും അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണെങ്കിലും എല്ലാ രീതിയിലും സോളാറിന് മൈനിങ് ആവശ്യമുണ്ട്, മറ്റ് പല ഇഷ്യൂസ് ഉണ്ട്. അതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ള സോഴ്സാണ് ഇത് ന്യൂക്ലിയർ. പക്ഷേ അതിനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ പേടിയുടെ പുറകിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നു. അപ്പം സൊല്യൂഷൻ അവിടെ ഉണ്ട്, സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എടുക്കുന്നില്ല ഫോർ സം റീസൺ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിക്കോട്ടെ, മതത്തിൻ്റെ വിഷയം ആയിക്കോട്ടെ, പല കാര്യത്തിലും ഇത് വരുന്നുണ്ട്. രാകേഷ് ഉണ്ണികൃഷ്ണൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇതിനെക്കുറിച്ച്. ഈ പുതിയ ടെക്നോളജി, അതായത് ന്യൂക്ലിയർ പ്ലാന്റ് ഇതേപോലത്തെ വലിയ പ്ലാന്റ് വേണമെന്നില്ല, സ്മോൾ മോഡ്യുലർ റിയാക്ടർ എന്ന് പറയുന്ന ചെറിയ, അത് തന്നെ പല സൈസിലുണ്ട് ഡിപ്പെൻഡിങ് ഓൺ. ഇപ്പോൾ ഈ ഡാറ്റ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഡാറ്റാ സെൻറ്റേഴ്സ് AIക്കും ഒക്കെ ഭയങ്കരമായിട്ട് പവർ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ സെൻറ്ററിന് ആവശ്യമുള്ള അത്രയും പവർ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സയൻസ് പിന്നെയും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പേടിച്ചിട്ട് എല്ലാം കൂടെ ഇതാക്കി. അപ്പോൾ ജർമ്മനിയിൽ എന്തായി, ഇതേപോലെ ക്രൈസിസ് വന്നു. അവരുടെ കോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ക്ലീൻ ആയിട്ടുള്ള ന്യൂക്ലിയർ ഉപയോഗിച്ചിട്ട് കോള് കത്തിച്ച് കറണ്ട് ഉണ്ടാക്കി. പുറമേ നിന്ന് ഗ്യാസ് മേടിച്ചപ്പോൾ റഷ്യയിൽ യുദ്ധം വന്നപ്പോൾ അവിടെയും പ്രശ്നമായി. ഇങ്ങനെ മൊത്തത്തിൽ സസ്റ്റൈനബിൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് ചെറിയ കാര്യമല്ല, അവിടുത്തെ ഇൻഡസ്ട്രീസിനെയൊക്കെ ബാധിച്ചു, വലിയ രീതിയിൽ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി ഈ പ്രിയദർശിനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഈ ഫ്രീ ബീസ് പോളിസീസിനെ കുറിച്ചൊക്കെ എക്കണോമിക്സിൽ ഇഷ്ടംപോലെ പഠനങ്ങളുണ്ട്, ആവശ്യത്തിലധികം പഠനങ്ങളുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, നത്തിങ് ഈസ് ഫ്രീ, സംബഡി ഈസ് പേയിങ് അല്ലേ, നമ്മളാണ് പേ ചെയ്യുന്നത്, നമ്മുടെ ടാക്സ് മണിയാണ് പേ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ പോളിസീസിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ധാരാളം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എക്കോണമിയെ പുറകോട്ടടിക്കുന്ന പദ്ധതികളാണെന്ന് തന്നെയാണ് അതിൻ്റെയൊക്കെ റിസൾട്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് പ്രിയദർശിനി ബസ് മാത്രമല്ല, കിറ്റ് കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങ് US മംദാനി ചെയ്യുന്ന പരിപാടി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനത്തെ സോഷ്യലിസ്റ്റ് പോളിസി എല്ലാം ബേസിക്കലി എന്താണ്, എക്കോണമിയെ പുറകോട്ടടിക്കുന്ന പദ്ധതിയാണെന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് പഠനങ്ങൾ നടത്തിയാൽ മനസ്സിലാവും. പക്ഷെ അത് സ്റ്റിൽ ഗോയിങ് ഓൺ. അങ്ങനത്തെ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് വരുന്നു. ഇപ്പറേ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? റീസെൻ്റ്ലി വന്നൊരു കാര്യമാണ്. ജയ്പൂരിൽ ഓപ്പൺ സ്പേസിൽ എന്ത് വെച്ചു, എയർ പ്യൂരിഫയർ വെച്ചു. അത് ലോകത്ത് ആദ്യമായിട്ടാണ്. അത് വലിയ കാര്യമായിട്ടൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തപ്പോൾ വേൾഡ്സ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. സംഭവം എന്താണെന്നറിയോ, വേറെ ആരും ചെയ്യാത്തത് മണ്ടത്തരായതുകൊണ്ടാണ്. കടലിൻ്റെ അടിയിൽ വാട്ടർ പ്യൂരിഫയർ വെച്ചതുപോലെയാണ് ഈ പരിപാടി. മനസ്സിലായോ? അതായത് ഇതിനാകെ 20 മീറ്റർ റേഡിയസിലാണ് ഇതിൻ്റെ എഫക്റ്റ് ഉള്ളൂ. അപ്പോൾ ജയ്പൂർ എന്ന് പറയുന്ന സിറ്റി മൊത്തം കവർ ചെയ്യണമെങ്കിൽ ഒരു 3 ലക്ഷം യൂണിറ്റ് വേണം ഇങ്ങനത്തെ. അത് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് നല്ല ചിലവുള്ള സാധനമാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, ഒരു 1 ലക്ഷം കോടി രൂപ വേണ്ടി വരും മിക്കവാറും അത് ഇത്രയും സ്ഥാപിക്കണമെങ്കിൽ. ആ പൈസ കൊണ്ട് അത്രയും പൈസ വേണ്ട ഈ എയർ ക്വാളിറ്റി ബെറ്റർ ആക്കാനായിട്ട്. അത് ഓൾറെഡി പല സ്ഥലത്തും സക്സസ്ഫുൾ ആയിട്ട് വേറെ മെത്തേഡ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണ് ഇങ്ങനത്തെ പരിപാടികൾ. പിന്നെ നിങ്ങൾക്കറിയാം GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഡക്ട്സ്, അതിന് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ട്. അത് വിഷമാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഈ കുത്തകകളുടെ ഇതിന് വേണ്ടിയിട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ പ്രചരണങ്ങൾ കേരളത്തിലടക്കം നടത്തിയിട്ടുണ്ട് ഒത്തിരി ഇത്. പക്ഷേ ആക്ച്വലി സയൻറ്റിഫിക്കലി നോക്കിയാൽ അങ്ങനെയുള്ള ഈ പറഞ്ഞ ആശങ്കകൾക്കൊന്നും വകയില്ല എന്നുള്ളത് സയൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫോട്ടോ ആമിഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് US കാനഡയിലൊക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ പ്രത്യേകത, അവർ ഈ മോഡേൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിക്കില്ല. അതായത് അവർക്ക് കാർ ഉപയോഗിക്കില്ല, അവരെല്ലാം കുതിര വണ്ടികളൊക്കെയാണ്. അതേപോലെ അവർക്ക് കറണ്ട്, അവർ സോളാർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ മിനിമം ആവശ്യങ്ങൾക്ക്, TV, ഫോണ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മിനിമം ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രം കറണ്ട് ഉപയോഗിക്കും. അതേപോലെ ഹെൽത്ത് കെയർ ആണെങ്കിലും അവരുടെ 3rd പ്രയോറിറ്റിയാണ്. അതായത് ഫസ്റ്റ് എന്തെങ്കിലും അസുഖം വന്നാൽ ആദ്യം പ്രാർത്ഥിക്കും, രണ്ടാമത് വീട്ടിലെ ചെറിയ ചികിത്സകളൊക്കെ ചെയ്യും, എന്നിട്ട് തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം മോഡേൺ മെഡിസിൻ ആശ്രയിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഹെൽത്ത് കമ്പയർഡ് ടു ജനറൽ പോപ്പുലേഷൻ വേഴ്സ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മോഡേൺ മെഷീനുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാത്തപ്പോൾ അവരുടെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എല്ലാം ഫിസിക്കൽ ലേബറാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം
ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ഇതാക്കി വന്നപ്പോൾ ആക്ച്വലി നമ്മളും ഈ ആമേഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം അവൈലബിൾ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണല്ലോ അവരുടെ പ്രശ്നം. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമുക്ക് പല കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് തെളിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതേപോലത്തെ പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങളൊക്കെ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമ്മളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ഇത് എന്തുകൊണ്ട് ഈ വിഷയം സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ കോണ്ടെക്സ്റ്റ് എവിടെയാണ് വരുന്നത്. സൈക്കോളജിയിലേക്ക് വന്നാൽ നമുക്ക് മോഡേൺ സയൻസിൽ സൈക്കോളജിയിലും സൈക്യാട്രിയിലും ഒക്കെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഐഡിയലായി എന്നുള്ളതല്ല, അതിന് ഇനി ഇമ്പ്രൂവ്മെൻ്റ്. എല്ലാ സയൻസും അങ്ങനെ തന്നെയാണ്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ട്രീറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ സംഭവം ഇരിക്കെ തന്നെ അത് ഒട്ടും ചെയ്യാൻ പറ്റാത്ത വേറെ മെത്തേഡ്സിലേക്ക് ആൾക്കാർ പോകുന്നു. അത് ഭയങ്കര മോശം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. ആൾക്കാരുടെ പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആൾക്കാരുടെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു റിസൾട്ടും കിട്ടാത്ത, അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കുന്നു, തട്ടിപ്പിന് ഇരയാവുന്നു, ഇങ്ങനത്തെ പരിപാടികൾ നടക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് സോ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതാക്കുന്നില്ല. ഫസ്റ്റ് ഒരു സ്യൂഡോ സൈക്കോളജിയിലേക്ക് കിടക്കാം. NLP നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക. അപ്പോൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇതിൽ സയൻറ്റിഫിക് അല്ലാത്തൊരു സാധനമാണെന്ന് ഒരിക്കലും കേട്ടാൽ തോന്നില്ല. ആക്ച്വലി ഇത് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് എ സ്യൂഡോ സയൻസ് ആണ്. കാരണം സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും, അതിൻ്റെ വിശദീകരണങ്ങളും അങ്ങനെയായിരിക്കും. പക്ഷേ ആക്ച്വലി സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഓക്കെ, ഇത് 70കളിൽ രണ്ടുപേര് ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഒരാൾ സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു, മറ്റേ ആൾ ഒരു ലിംഗ്വിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ തിയറി ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്വിഷ് ടെക്നിക്ക്. സ്വിഷ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സിഗരറ്റ് വലി നിർത്തണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലിങ്ങനെ ആലോചിക്കാൻ പറയും. അതായത് ഒരു ക്രേവിങ് വരുമ്പോൾ നിങ്ങൾ ആ ക്രേവിങ്ങിന് വിധേയനായിട്ട് എന്ത് ചെയ്യുന്നു, സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ ആ വിഷ്വൽ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഡീറ്റെയിൽഡായിട്ട് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ പുകയുടെ മണവും ഇതെല്ലാം സാധനങ്ങളും നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു വീഡിയോ പോലെ മിനിമൈസ് ചെയ്യുക ഒരു സൈഡിലേക്ക്. ഓക്കെ, ആൻഡ് ദെൻ യു ക്രിയേറ്റ് എൻ ഇമാജിനേഷൻ വെയർ എന്താണ് ഈ ക്രേവിങ് വന്നു, പക്ഷെ നിങ്ങൾ സിഗരറ്റ് വലിച്ചില്ല, ആൻഡ് യു ഫെൽറ്റ് ഗുഡ് എന്നുള്ള രീതിയിലൊരു സംഭവം, ഒരു വീഡിയോ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു കോർണറിലേക്ക് ആക്കി, എന്നിട്ട് ആദ്യത്തെ സാധനം ഇങ്ങനെ പ്ലേ ചെയ്യുകയാണ്, ആദ്യത്തെ വീഡിയോ. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വിഷ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുക. ഏത് നമ്മൾ ഉണ്ടാക്കിയ വിഷ്വലൈസേഷൻ സ്വിഷ് എന്ന് പറയുമ്പോൾ ഈ സാധനം വരുന്നു, പുറകോട്ട് പോകുന്നു, വീണ്ടും സ്വിഷ്, വീണ്ടും സ്വിഷ്. ഇങ്ങനെ കുറച്ച് തവണ, ഒരു 4-5 തവണ ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യണ്ട, ഇങ്ങനെ കുറച്ച് തവണ ചെയ്താൽ സെറ്റാണ്, പിന്നെ വരില്ല. മനസ്സിലായോ? ഇതാണ് പരിപാടി. ഇങ്ങനെ ചെയ്താൽ സിഗരറ്റ് വലി നിർത്താൻ പറ്റുമോ? എന്താ തോന്നുന്നത്? ഇപ്പം ഇവരിതിന് വിശദമായിട്ട് കുറേ എക്സ്പ്ലനേഷനൊക്കെ, കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് മെൻ്റൽ മാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, അതേപോലെ പ്രിഫേർഡ് റെപ്രസെൻറ്റേഷണൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ മാർക്കറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കുറച്ച് വാക്കുകൾ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ. അപ്പോൾ അതാണ് അങ്ങനെയുള്ള പരിപാടിയാണ്. വേറൊരു സാധനമാണ് ആങ്കറിങ്. വേറെ ടെക്നീക്സാണ്. ഇങ്ങനെ കുറച്ച് ടെക്നീക്സ് ഉണ്ട്. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് കോൺഫിഡൻസ് കിട്ടാൻ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന് മുന്നേ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തോന്നിയ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ അത് ഒരു സംഭവമായിട്ട് പെയർ ചെയ്യുക. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കൈ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്, ഇങ്ങനെ ഈ 2 പേരിൽ ടച്ച് ചെയ്യുന്നതും അത് ആലോചിച്ചുകൊണ്ട് ഇത് ടച്ച് ചെയ്യുക. ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അത് കണക്റ്റായി. ഇനി നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈലി കോൺഫിഡൻ്റ് ആയി. രസമുണ്ടല്ലേ? നടക്കുമോ? എന്താ തോന്നുന്നത്? ഇതൊക്കെയാണ് പറയുമ്പോൾ ഭയങ്കര പുകമറയൊക്കെ സൃഷ്ടിക്കും. വലിയ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, വാവ് കൊള്ളാം, ലാംഗ്വേജ് പ്രോസസ്സിങ്, ന്യൂറൽ പ്രോസസ്സിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചുണ്ടാക്കും. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ പറഞ്ഞു വരുമ്പോൾ ഈ സംഭവമാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഇതാണ് എനിക്ക് പറയേണ്ട കാര്യം. അതായത് ആൾക്കാർ എന്തുകൊണ്ട് ഇത്തരം തട്ടിപ്പ് പരിപാടികളിലേക്ക് പോകുന്നത്, ഇങ്ങനെ പെട്ടെന്ന് ഒരു 5 തവണ സ്വിഷ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാവും എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവേണ്ട, അങ്ങനെ ശരിയാവുമോ എന്ന് സംശയം വന്നിട്ടുണ്ടാവാം. പക്ഷേ ആൾക്കാർ എന്നാലും ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതായത് ഈ NLPയുടെ കോഴ്സിന് 50,000 രൂപ മുതൽ 1 ലക്ഷത്തിന് മുകളിലൊക്കെ കോഴ്സ് പൈസ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണാണ് വിഷ്ഫുൾ തിങ്കിങ്. വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല, ആഗ്രഹ ചിന്ത. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പണക്കാരനാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പ്രശ്നം മാറണം,
അങ്ങനെയുള്ള മാജിക്കൽ സൊല്യൂഷനാണ് എല്ലാവർക്കും ആഗ്രഹം, അല്ലാതെ ഘട്ടം ഘട്ടമായിട്ട് വർക്ക് ചെയ്തിട്ട് മാറ്റുക എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹം മനുഷ്യൻ എല്ലാ കാലത്തും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. NLP മാത്രമല്ല, ഇതേപോലെ ക്വിക്ക് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്ന പല സംഭവങ്ങളും വർക്ക് ചെയ്യാൻ നല്ല സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, ആഗ്രഹമുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അത് ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അതാണ് വിഷ്വൽ തിങ്കിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നീഡ് ഫോർ സർട്ടൻറ്റി, അതായത് ഉറപ്പ് വേണം. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ചുമ്മാ ചോദിക്കുകയാണ്, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഒരു രോഗി സർവൈവ് ചെയ്യാൻ എത്ര ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആളുടെ ഏജ്, എത്ര സമയമെടുത്തു ഹോസ്പിറ്റലിൽ എത്താൻ, ആൾക്ക് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്ലിയർ ഉത്തരം കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു ലോയറുടെ അടുത്ത് വന്നിരും, ഒരു കൊലപാതകം ചെയ്ത് എത്ര വർഷം തീർക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അത് ആര് ചെയ്തു, എന്ത് കോണ്ടെക്സ്റ്റിൽ ചെയ്തു, എല്ലാം വിഷയമാണ് അല്ലേ. കുറേ ചോദ്യങ്ങൾ തിരിച്ചുണ്ടാവും. അല്ലാണ്ട് മറ്റേ വെള്ളിമുങ്ങ സിനിമയിൽ ചോദിച്ചാൽ ഒരു ഓപ്പറേഷൻ എന്താ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അവിടെ ഒരു എക്സ്പേർട്ടിന് ഒരിക്കലും ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒറ്റ സിമ്പിൾ ഉത്തരം പറയാൻ പറ്റില്ല. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും, അതിൻ്റെ ന്യൂആൻസസിലേക്ക് കിടക്കും. അതേസമയം തട്ടിപ്പുകാരനാണെങ്കിൽ 100% ഷുവറാണ്. ഇത് ഇന്ന അസുഖം എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അവർ പറയും അതിന് 100% ഗ്യാരണ്ടി, 99.01 കിട്ടാണ് പോലും ഇല്ല, 100% ഉറപ്പാണ്. അങ്ങനത്തെ രീതിയിലാണ് സർട്ടൻറ്റി. അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആൾക്കാർക്ക് ഈ ന്യൂആൻസിലേക്ക് പോകുന്നതല്ല ഇഷ്ടം. ആൾക്കാർക്ക് പൊതുവെ കേൾക്കാൻ ഇഷ്ടം എന്താണ്, ഉറപ്പോട് പറയുന്നതാണ് ഇഷ്ടം. കാരണം കോൺഫിഡൻസ് ആണ് കോമ്പിറ്റൻസ് ആയിട്ട് ആൾക്കാർ എടുക്കുന്നത്. കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പോട് പറയാം അയാൾക്ക് അറിയാട്ടോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എടുക്കുക. പൊതുവെ അങ്ങനെയാണ് ആൾക്കാർ എടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. പൊതുവെ ആൾക്കാർക്ക് സർട്ടൻറ്റി ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ആൾദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് നിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ആ ഹോപ്പ് കിട്ടുകയാണ് അല്ലേ. അവിടെ ആ വിഷ്വൽ തിങ്കിങ്ങും ഉണ്ട്, സർട്ടൻറ്റി ഉറപ്പ് കിട്ടുകയാണ്, അതെല്ലാം നോക്കിക്കോളും. യെസ്, അത് വേറെ എവിടെ നിന്ന് കിട്ടും? ഒരു സൈക്കോളജിന് പറയാൻ പറ്റില്ല. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണത്തിക്കലാണ്. ഫാൾസ് ഹോപ്പ് കൊടുക്കുന്നത് ശരിയല്ല. ശരിയായില്ലെങ്കിലോ നിങ്ങൾ പോയി ശരിയാക്കുമോ എന്നുള്ള ചോദ്യം വരും. ആൾദൈവത്തിന് ആ പ്രശ്നമില്ല. സോ അവിടെയാണ് ഇത്തരം മാജിക്കൽ പരിപാടികൾ വർക്കാവുന്നത്. ഇങ്ങനെയുള്ള കുറേ സാധനം ഉണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ലൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു മറിമായം എന്നുള്ള ഇതിൽ, മാനിഫെസ്റ്റേഷൻ്റെ കാര്യം. യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊന്നും ചെയ്യുന്നൊന്നുമില്ല, ഇതിങ്ങനെ പറയുന്ന മാത്രം പരിപാടിയുള്ളൂ. ഓക്കെ. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്? നിങ്ങൾ ആഗ്രഹിച്ചാൽ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും അത് ചെയ്ത് കിട്ടാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമാണ്. സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കും അതേപോലെ പൗലോ കോയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകമൊക്കെ ഇത് പ്രചരിപ്പിച്ച ഇതാണ്. അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റായിട്ട് എനിക്ക് ആ ഒരു ഒറ്റ ഫോട്ടോയെ വെക്കാനുള്ളൂ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അത് ഗ്രീൻ ബൂട്ട്സ് എന്നറിയുന്ന ഒരു ശവശരീരമാണ്. ഓക്കെ. അത് ആ ഡെഡ് ബോഡി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. 96 മരിച്ച ഒരാളുടെ ഡെഡ് ബോഡിയാണ്. ഇത് എവിടെയാണെന്നറിയോ? എവറസ്റ്റിലാണ്. എവറസ്റ്റിൽ മുകളിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ചു പോയൊരു ആളാണ്. ഓക്കെ. ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്തോന്ന് തന്നെ ഉറപ്പില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് കണ്ടത് 2 പേരുടെ പേരുണ്ട്, അതിലാരാന്നും ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഈ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകുന്നത് ഒബ്വിയസ്ലി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി എത്തിക്കുക എന്ന് പറയുന്നത് അത്രയും ശ്രമകരമാണ്. അപ്പോൾ ആ പ്രവൃത്തിയിൽ അതിൽ ഏർപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോവാം. അത്രയും റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ഇപ്പോഴും കുറേ 200-ലധികം ഡെഡ് ബോഡീസ് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഈ ഡെഡ് ബോഡീസ് ഇപ്പോൾ ലാൻഡ്മാർക്കായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്രീൻ ബൂട്ട്സ് വരെ എത്തിയിട്ടോ എന്ന് പറയും. അങ്ങനെയാണ്. അതേപോലെ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഉറങ്ങുന്ന കണ്ടീഷനിൽ ആ ഒരു ഇതിലാണ് അവരുടെ ബോഡി കിടക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയിലായി. അപ്പോൾ ഈ എവറസ്റ്റ് കയറാൻ പോയ ആൾക്കാർ ആരെങ്കിലും പകുതി മനസ്സിൽ പോയവരാണോ? അവരൊക്കെ അത്രയും തീവ്രമായ ആഗ്രഹത്തിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ട്രെയിനിങ് എടുത്തിട്ട് പോയ ആൾക്കാരാണ്. എന്നിട്ട് എന്തേ പ്രപഞ്ചം അവരുടെ കൂടെ നിന്നില്ല? ബിക്കോസ് ദ യൂണിവേഴ്സ് ഡസൻറ്റ് കെയർ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നിങ്ങൾ 6 മാസമായിട്ട് ആഗ്രഹിച്ചോ, അല്ലെ നിങ്ങൾ ജനിച്ച മുതലുള്ള ആഗ്രഹമാണോ, ആ സമയത്ത് മഞ്ഞ് വീണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞെങ്കിൽ തീർന്നു. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുതിയ ടെക്നോളജി വെച്ചിട്ട് അതിനെ മാനേജ് ചെയ്യാനുള്ള മാർഗം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ആർ ഹയർ. അത് ശരിയാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. അല്ലാണ്ട് ഉറപ്പൊന്നും തരാൻ അങ്ങനെ ഒരു ശക്തി ഇരിപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബട്ട് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കണ്ണ് കെട്ടിയിട്ട് വായിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. ഇത് കുറച്ച് വർഷം മുമ്പ് ഇത് ഭയങ്കര പ്രചാരം നേടി. കുട്ടികളെ കൊണ്ടാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് കള്ളം പറയാൻ പഠിപ്പിക്കുന്ന പരിപാടിയാണ്. ഭയങ്കര മോശമായിട്ട് തോന്നി. ഇതിനും പറഞ്ഞ പോലെ വെക്കേഷൻ സമയത്ത് ആൾക്കാർ കാശ് കൊടുത്ത് ഈ ട്രെയിനിങ്ങിന് വിടുകയാണ്.
കുട്ടികൾ കണ്ണ് കെട്ടി വായിക്കുക. അത് മജീഷ്യൻസ് ചെയ്യുന്ന ട്രിക്കാണ്. കണ്ണ് കെട്ടി വണ്ടി ഓടിക്കുന്നതൊക്കെ പണ്ട് കുറേ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നു. അതേ പരിപാടിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇൻഡ്യൂഷൻ പ്രോസസ്സ് എന്നുള്ള പേരിൽ ഇതേ സാധനം കഴിഞ്ഞിടയ്ക്ക് കണ്ടു. ഒരു മാധ്യമത്തിൽ അതിൻ്റെ വീഡിയോ വന്നു. പിന്നെ നോക്കുമ്പോൾ ആ വീഡിയോ കാണാനില്ല. എനിക്ക് അറിഞ്ഞുകൂടാ ഈ മാധ്യമം എന്തിനാണ് ആ വീഡിയോ കളഞ്ഞതെന്നുള്ളത്. കാരണം അവർ ബാക്കി എല്ലാ സ്യൂഡോ സാധനങ്ങളും മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ടല്ലോ, പിന്നെ ഇത് മാത്രമായിട്ട് എന്തിനാണ് ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പിന്നെ ഇങ്ങനെ ഡാർക്ക് സൈക്കോളജി, നിങ്ങൾ ആൾക്കാരെ വശീകരിക്കാൻ എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ ഇടത്തെ കണ്ണിലേക്ക് നോക്കുക, എന്നിട്ട് വായയിലേക്ക് നോക്കുക, എന്നിട്ട് വലത്തെ കണ്ണിലേക്ക് നോക്കുക. അപ്പം അവർ നിങ്ങളിൽ ആകർഷണമാവും. ഇനി ഞാൻ ഈ പറഞ്ഞ ഓർഡർ തെറ്റിപ്പോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി പാളിപ്പോയിട്ട് എൻ്റെ അടുത്ത് പറയരുത് കേട്ടോ. മറ്റേ മഴത്തുള്ളി കേൾക്കാന്നുള്ള സിനിമയിലൊരു ഇതുണ്ട്, മറ്റേ വശീകരണത്തിന് വേണ്ടിയിട്ടൊരു തൈലം കൊണ്ടുവന്നിട്ട് കുതിരയുടെ പുറത്ത് തേക്കും ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോലത്തെ പ്രശ്നമാണിത്. അങ്ങനെയുള്ള സൈക്കോളജിക്കൽ മൈലെണ്ണകൾ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, വേറൊരെണ്ണം ഇമോഷണൽ ഫ്രീഡം ടെക്നീക്ക്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ, ഇമോഷണൽ ഫ്രീഡം. ആരാണ് ഫ്രീഡം ആഗ്രഹിക്കാത്തത്? യെസ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ NLP പറഞ്ഞ പോലത്തെ സിമിലർ ആയിട്ടില്ല, അത് അക്യുപഞ്ചറും കൂടെ ചേർത്തിട്ടാട്ടോ. അക്യുപഞ്ചർ പോയിന്റ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ടാപ്പ് ചെയ്യുക. ഏത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്, അപ്പോൾ ആ ആങ്സൈറ്റി ഉണ്ട് പക്ഷേ ഞാനത് മറികടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം അഫേമിംഗ് ആയിട്ടുള്ള സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് അക്യുപഞ്ചർ പോയിന്റിൽ ടാപ്പ് ചെയ്താൽ മതി, അപ്പോൾ പ്രശ്നം ശരിയാവും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ ക്വാണ്ടം ഹീലിംഗ്, ദീപക് ചോപ്ര എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനത്തെ ഇതിൽ. ക്വാണ്ടം ഫിസിക്സിൻ്റെ ടേംസ് ഒക്കെ വെച്ചിട്ട് അയാൾക്ക് അതെന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പല ഡിബേറ്റിലും അയാൾ തകർന്നടിഞ്ഞു, പക്ഷേ അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആൾക്കാർക്ക് അതാണ് വേണ്ടത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജാർഗണൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കുക. ടെക്നീക്ക് വരുമ്പോൾ ഈ പറഞ്ഞ മൈലെണ്ണ പരിപാടികൾ തന്നെ. യെസ്. പാരാസൈക്കോളജിയാണ്. പാരാസൈക്കോളജിക്ക് പാരയായിട്ട് നിൽക്കുന്നൊരു സാധനമാണ് പാരാസൈക്കോളജി. നിങ്ങൾ യോധയിൽ കണ്ടിട്ടുള്ള പോലെ നോക്കിയിട്ട് ഗ്ലാസ് നീക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഞാനൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ, ഇതിന് ഉള്ള റെസ്പോൺസ് എന്ന് പറയാവുന്ന ആ ഒരു വീഡിയോ ആണ്. അതായത് ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, ഇത് ഈ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് പറയുന്ന ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ യു യു ക്യാൻ പ്രെഡിക്ട് ദ ഫ്യൂച്ചർ. യെസ് ഐ ഹാവ് ദ പവർ ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കുക. എന്നിട്ട് യു ഡിഡ്ന്റ് സീ ഇറ്റ് കമ്മിങ് ഡിഡ് യു എന്ന് ചോദിക്കുന്നത്. നിങ്ങളത് പ്രതീക്ഷിച്ചില്ല അല്ലേ? കഴിഞ്ഞില്ലേ? ഉത്തരമായല്ലോ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ പാരാസൈക്കോളജിയുടെ ഇതിൽ ജെയിംസ് റാൻഡി എന്ന് പറയുന്ന മജീഷ്യൻ അല്ല, ഇല്യൂഷനിസ്റ്റ് എന്നാണ് പുള്ളി വിളിക്കാൻ. കാരണം മാജിക് എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇറ്റ്സ് ഓൾ ഇല്യൂഷൻ. അപ്പോൾ അദ്ദേഹം വലിയൊരു എമൗണ്ടിന്, ഐ ഫൊഗോട്ട് ദ എമൗണ്ട്, ചലഞ്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതീന്ദ്രിയ കഴിവുകളുണ്ടെന്ന് ആരെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ പുള്ളിയുടെ മുമ്പിൽ വന്നിട്ട്, കാരണം പുള്ളിക്കെല്ലാം മാജിക് ട്രിക്കുകളും അറിയാം, അതുകൊണ്ട് അത് തെളിയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി വലിയൊരു എമൗണ്ട്, ഐ തിങ്ക് ഒരു $1 million അങ്ങനെ എന്തോ വലിയൊരു എമൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ തട്ടിപ്പ് പരിപാടികളുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താണ് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ആ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യലാണല്ലേ? ഓക്കെ, ഇപ്പോൾ മനസ്സിലായി എന്നുള്ള രീതിയിലല്ലേ? അപ്പോൾ ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വരിക നമ്മുടെ എന്താണ് ആക്ഷൻ ഹീറോ ബിജുവിലുണ്ട്, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് ഇവർ. അപ്പോൾ എന്താണ് വെറുതെ ഒരു കടയും തുറന്നിട്ട് MD എന്ന് പറഞ്ഞിരിക്കും, നാട്ടുകാരെ പറ്റിക്കാനുള്ള അവസ്ഥയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എനിയഗ്രാം. എനിയഗ്രാം എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതിൽ നിങ്ങൾ ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 9 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നായിട്ട് നിങ്ങളെ അസൈൻ ചെയ്യും. ഇതാണ് നിങ്ങളുടെ. അപ്പോൾ അതിലോ കാറ്റഗറീസ് നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ അതിലിപ്പം എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കും. ഇപ്പോൾ ദ റിഫോമർ, അല്ലെങ്കിൽ ദ ഹെൽപ്പർ, ദി അച്ചീവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 2 വിങ് ഉണ്ട് കേട്ടോ. അതാണ് ആ ഇത് വരച്ചിരിക്കുന്നത്. വേറെ 2 സാധനത്തിലോട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ ഇത്ര മാത്രമല്ല, ഇതതിൻ്റെ സിമ്പിൾ കാര്യം. ഇതിൻ്റെ കുറേ കൂടെ ഡീറ്റെയിൽഡ് കോൺസെപ്റ്റ്സും ഉണ്ട്. അതിനകത്ത് തന്നെ റേറ്റിംഗ് ഉണ്ട്, കുറേ സാധനമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഈ ആൾക്കാർ 9 തരമാണെന്ന് പറഞ്ഞാൽ ഈ 9 തരം എന്നുള്ളതിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. കാരണം ഇതിൻ്റെ ഒറിജിൻ ഇതൊരു എന്താണ് സ്പിരിച്വൽ ലീഡർ തുടങ്ങി വെച്ചതാണ്. ആ ആശയത്തിൽ ഇഷ്ടം തോന്നിയിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് എന്ത് ചെയ്തു, അത് സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്തു. പിന്നെ വേറെ ആൾക്കാർ ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ അത് വളരെ പ്രചാരമുള്ള ഇതാണ്. അപ്പോൾ ഞാൻ മുമ്പ് MG യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ലൈബ്രറി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ അത് ഇതാണ്. അപ്പോൾ അത്രയും വായിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല, എന്ത് വായിച്ചു, എന്ത് മനസ്സിലായി എന്നുള്ളത് വിഷയമാണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ ശാസ്ത്രീയ അടിത്തറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്ര തരം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് 9 തരം എന്നുള്ളത് തോന്നി, അതെനിക്ക് തോന്നി എന്നുള്ളതാണോ,
അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതിൽ ആൾക്കാർ ഇത്ര തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 തരം എന്നല്ല, എത്ര തരം എന്ന് പറഞ്ഞാലും ആൾക്കാരെല്ലാം അതിനകത്ത് പെടില്ല. അപ്പം നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സാധനം അസൈൻ ചെയ്ത് വെച്ചോ, നിങ്ങൾ അതല്ലാത്തൊരു സാധനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നും. കാരണം ഇതിൻ്റെ അകത്തെ ആക്യുറസി വളരെ കുറവാണ്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ശാസ്ത്രീയ അടിത്തറയൊന്നും ഇല്ലാത്ത ഒരു ടെസ്റ്റാണ്. പക്ഷെ ഇത് ഭയങ്കര പോപ്പുലറാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആൾക്കാർ ഈ തരം തിരിക്കുന്ന പരിപാടി സൈക്കോളജിയിൽ ഇപ്പോൾ ഇല്ല. മുമ്പ് അങ്ങനത്തെ തിയറീസ് ഉണ്ടായിരുന്നു. ആൾക്കാർ 4 തരമാണ്, അല്ലെങ്കിൽ ഇതേപോലെ 9 തരമാണ്, 10 തരമാണ്, അങ്ങനെയൊക്കെ പറയുന്ന പല തിയറീസ് ഉണ്ടായിരുന്നു. ടൈപ്പ് തിയറീസ് എന്ന് പറയുക. അത് ഹിസ്റ്ററിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ ട്രേറ്റ് തിയറീസാണ്. അപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നുള്ളതാണ് സൈക്കോളജിയിൽ ഇപ്പോൾ പേഴ്സണാലിറ്റിയെ പറ്റി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള തിയറി. ആ 5 ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാര്യങ്ങളാണ്, 5 ആൾക്കാരല്ല, 5 തരം ആൾക്കാർ എന്നുള്ളതല്ല. ഈ ഓരോ കാര്യത്തിലും നിങ്ങൾ എവിടെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. അപ്പോൾ ഒരാളും എന്തല്ല ഒരു കാറ്റഗറിയിൽ പെടുത്തുകയല്ല, ഒരു ടൈപ്പ് ആക്കുകയല്ല. എവ്രിബഡി ഹാസ് ഡിഫറെൻറ്റ് വേരിയേഷൻസ്. ഇതിനകത്ത് എവിടെ വേണമെങ്കിലും വരാം, ഈ ഓരോ വേരിയബിളിലും എവിടെ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇറ്റ് ഇസ് മോർ ആക്യുറേറ്റ്. കാരണം ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് എന്നുള്ള അവിടെ വരുന്നുണ്ട്. ടൈപ്പ് ആക്കുമ്പോൾ അത് വരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്പ് ആക്കുന്ന ഇത്ര തരം ആൾക്കാരെന്ന് പറയുന്നതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, ലോകത്തിൽ ശരിക്കും പറഞ്ഞാൽ 2 തരം ആൾക്കാരാണുള്ളത്. ഇത്ര തരം ആൾക്കാരുണ്ടെന്ന് ചിന്തിക്കുന്നവരും അല്ലാത്തവരും എന്ന് വേണം പറയേണ്ടി വരും. അപ്പോൾ ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു? ഇങ്ങനെ ഈ 9 തരം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിന് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. വൈ? അവിടെയാണ് ഈ ബാർണം എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ബാർണം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം നിങ്ങളൊരു പറയുകയാണ്, ഇപ്പോൾ ഒരാൾ കൈ നോക്കിയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ പുറമെ നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ അകത്ത് നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ടെൻഷനുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശരിയാണ് എന്ന് പറയും അല്ലേ? അതെല്ലാവർക്കും അങ്ങനെയാണല്ലേ? എല്ലാവരും മനസ്സിലുള്ളത് മുഴുവൻ പുറമെ കാണിക്കുമോ അല്ലേ? ഇത് പക്ഷെ കേൾക്കുമ്പോൾ എന്ത് തോന്നും? ഇത് എൻ്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ബാർണം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാണ് ഈ കൈനോട്ടക്കാരും അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരും ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കുക. അത് കുറേ ജനറിക് ആയിരിക്കും, എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള 40 വയസ്സ് കഴിഞ്ഞാൽ 41 വയസ്സ് വരും എന്ന് പറഞ്ഞ പോലെ ഉള്ള ഈസിലി ഡിഡക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുള്ളൂ. പക്ഷേ ഈ ചെന്നിരിക്കുന്ന ആൾ ഓൾറെഡി ബിലീവ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതായത് മറ്റേ കുമ്പിടിയെ കണ്ടിട്ട് ഓടി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നു അല്ലേ? അപ്പോൾ ദേ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ അവസ്ഥയിലാണ് ആദ്യം തന്നെ ചെല്ലുന്നത്. അപ്പോൾ പിന്നെ വീഴാതെ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്നുള്ള സംശയം വരാറുണ്ടല്ലോ, എല്ലാവർക്കും വരാറുണ്ട് അല്ലേ? പക്ഷേ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇരുന്നിട്ട് കുറച്ച് കവടിയൊക്കെ നിരത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 മാറ്റി വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായി അല്ലേ? അത്രയേ ഉള്ളൂ. സോ അപ്പോൾ അതാണ് ബാർണം എഫക്റ്റ്. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ശരിയാന്ന് തോന്നും, പക്ഷേ ആക്ച്വലി മിക്ക ആൾക്കാരുടെ കാര്യത്തിലും ശരിയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇമോഷണൽ റീസണിങ്, അതായത് എനിക്കിത് കറക്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് അത് കറക്റ്റാണ്. അപ്പം തെളിവ് എന്താണ്? ഇമോഷനാണ് തെളിവ് എന്നുള്ള അവസ്ഥയാണ്. അതാണ് ഇമോഷണൽ റീസണിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പ് കണക്ഷൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് വൾണറബിൾ ആവാൻ പേടിയാണ്. ശരിയാണ്, എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ് അല്ലേ? നമ്മളെല്ലാവരുടെ അടുത്തും വൾണറബിൾ ആവില്ല. നമുക്ക് ട്രസ്റ്റ് തോന്നുന്ന ആൾക്കാരുടെ അടുത്തേ വൾണറബിൾ ആവുള്ളൂ, റൈറ്റ്? സോ ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺ. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. MBTI എന്ന് പറയുന്ന ഒരിതുണ്ട്, മയേഴ്സ് ബ്രിഗ്സ് പേഴ്സണാലിറ്റി ഇതേപോലെ ടൈപ്പ് ഇൻഡിക്കേറ്റർ. അതിൽ പറയുന്ന 16 തരമാണെന്നാണ്. അപ്പോൾ ഈ എനിയഗ്രാംകാരും MBTIയുടെ ആൾക്കാരും കൂടെ തമ്മിൽ ഒരു ഡിബേറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഈ എസൻസിൻ്റെ ഇതിൽ ഒരാൾ യുക്തിവാദിയും പിന്നെ മറ്റു വിശ്വാസിയും തമ്മിൽ എന്നുള്ളതിന് പകരം ഇവർ തമ്മിൽ ആദ്യം ഒന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം എന്നുള്ളൊരു സാധനം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് 9 ആണോ 16 ആണോ എന്ന് ആദ്യം അവർ തീരുമാനിക്കട്ടെ, അതിൻ്റെ ഇടയിലാണെങ്കിൽ അങ്ങനെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പറയാമെന്നുള്ളത്. ശരി, അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് സ്റ്റാർ സൈൻ. നിങ്ങളുടെ പിന്നെ നാള് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന നാളുകാർ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. ഈ പറഞ്ഞ മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടല്ലേ. മറ്റേ ജേക്കബിൻ്റെ സ്വർഗരാജ് എന്നുള്ള പടത്തിൽ ചെറിയൊരു റോളുണ്ട് വിനീത് ശ്രീനിവാസൻ്റെ. കോട്ടിട്ടുന്നേ ഉള്ളൂ, ഞാൻ തന്നെയാണ് യൂസഫ് ഷാ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഇത് സംഭവം ഇത് തന്നെ, പക്ഷേ പേരിങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള പേരുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർ അതിൽ വീഴും, അതിന് കുറേ പൈസയും കൊടുക്കും. ടാരറ്റ് കാർഡ്സ്, ഇതിപ്പോൾ ഈ ജെൻസിയുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നു. അപ്പോൾ അത് കുറേ 78ഓളം കാർഡുകളുണ്ട്. അതിൽ നിന്ന് ഈ കാർഡ് റീഡ് ചെയ്യുന്ന ആൾ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാർഡുകൾ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയും. അവിടെയും ഇതേപോലെ നിങ്ങൾ ഇങ്ങനത്തെ ആളാണ് അങ്ങനത്തെ ആളാണ് ഈ ബാർനം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് അവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾ ആ ചിത്രത്തിൽ ഇത്രയും നേരം നോക്കിയിരുന്നുണ്ടാവും അല്ലേ? എന്താ കാണുന്നത്? എത്ര ഡോൾഫിനെ കാണുന്നുണ്ട്? ഡോൾഫിൻ അതിനകത്ത് ഉള്ളതെങ്കിലും ശ്രദ്ധിച്ചോ? ബാഡ് മൈറ്റ്. മനസ്സിലായോ? ഇതൊക്കെ ഇങ്ങനത്തെ കുറേ ടെസ്റ്റ് നിങ്ങൾ ആദ്യം എന്താണോ കണ്ടത് അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് യൂട്യൂബിലൊക്കെ കാണാം. ഞാനിത് തമാശയിൽ എടുക്കും. ഞാൻ നോക്കുമ്പോൾ ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ ആണ് ഇങ്ങനത്തെ സാധനത്തിന്. മേ ബി പകുതി ആൾക്കാർ ലാഘവത്തിൽ എടുക്കുന്നതായിരിക്കാം, പക്ഷേ പല ആൾക്കാരും അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്താണ്, അതെന്താണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറേ പേഴ്സണാലിറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളത് DMIT എന്ന് പറയുന്ന ടെസ്റ്റാണ്. DMIT എന്ന് പറഞ്ഞാൽ ഡെർമാറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതുവരെ പറഞ്ഞ കൂടുതലും എന്താണ് വെസ്റ്റേൺ ഒറിജിനായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് പക്ഷേ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് മലേഷ്യ, തായ്വാൻ, ഇപ്പോൾ ഇന്ത്യയിലും അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ഇനി എന്താണ് ഞാൻ വെസ്റ്റേൺ ഇതിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്യുന്നിട്ട് വെസ്റ്റേണോ ഫോബിയ ആണെന്നൊന്നും പറയരുത്. DMIT എന്നുള്ളത് വെസ്റ്റിൽ ഒറിജിനേറ്റ് ചെയ്തതല്ല. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ ഇൻ്റലിജൻസും പേഴ്സണാലിറ്റിയും ഒക്കെ മനസ്സിലാക്കി എടുക്കാമെന്ന് പറയുന്നത്. അതാണ് ഇവരുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇത് കേരളത്തിലൊക്കെ ഈ സാധനം ഉണ്ട്. ബേസിക്കലി ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഈ കുട്ടി ഉണ്ടായി വരുന്ന സമയത്ത് 13 ആഴ്ച ടു 21 ആഴ്ച ആ ഒരു സമയത്തൊക്കെ ഒരേ ടിഷ്യൂവിൽ നിന്നാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ബ്രെയിനും ഡെവലപ്പായി വരുന്നതെന്നാണ് ഇവരുടെ കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം ഒരു സെല്ലിൽ നിന്ന് തുടങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ എവിടെ എന്തിനാ വിരൽ മാത്രമാക്കുന്നത്? ബാക്കി എല്ലാം മൊത്തത്തിലേ പറയാമല്ലോ. വിരൽ നിർത്തിയെന്ന നഖവും അല്ലേ മുടിയും എല്ലാം പറഞ്ഞൂടെ? എന്തിനാ അവിടെ നിർത്തുന്നത്? സോ ഇത് രണ്ടും വേരിയബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് യൂണീക്കാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി യൂണീക്കാണ്. രണ്ട് സാധനത്തിൽ വേരിയേഷൻ ഇടുന്നതുകൊണ്ട് ഇത് തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയരുത്. മനസ്സിലായി? ഇത് രണ്ട് കാര്യമാണ്. ഇത് രണ്ട് കാര്യത്തിൽ വേരിയേഷൻ ഉണ്ട്, പക്ഷെ അത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു നൂഡിൽസ് ഉണ്ടാക്കുന്നു. ആ നൂഡിൽസ് ഉണ്ടാക്കി നിങ്ങളതൊരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ നൂഡിൽസ് കിടക്കുന്ന പാറ്റേൺ യുണീക്കായിരിക്കും. ലോകത്ത് എവിടെയും അതേപോലെ ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് യുണീക്കായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇത് കഴിഞ്ഞോണം ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടെന്ന് പറയും അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സാധനത്തിൽ വേരിയേഷൻ ഉണ്ട്, അടുത്ത സാധനത്തിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിലെ വേരിയേഷൻ മറ്റതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് രണ്ട് കാര്യമാണ്. കോറിലേഷൻ ഇസ് നോട്ട് കോസേഷൻ എന്ന് പറയും അല്ലേ? സോ അതേപോലെ ഇവർ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഫിംഗർ പ്രിൻ്റ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇയാളുടെ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് ഡോമിനൻ്റ് എന്നൊക്കെ പറയും. ആക്ച്വലി ആ കോൺസെപ്റ്റ് ഒക്കെ പണ്ടേ ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക്കലി. അങ്ങനെ ഒരു ഡോമിനൻ്റ് സൈഡ് ഇല്ല ബ്രെയിനിന്. ചില ആക്ഷൻസ് ചില സൈഡിലായിരിക്കും കൂടുതൽ വരുന്നത്. ഓവറോൾ ഒരാളുടെ ബ്രെയിനിൽ നിങ്ങളുടെ റൈറ്റ് ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ്, നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിനാണ് കൂടുതൽ, അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ഡിസ്കാർഡ് ചെയ്ത പരിപാടിയാണ്. പക്ഷെ അവരിപ്പോഴും അത് തുടരുന്നുണ്ട്. ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഇതിലൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേണിസിറ്റി നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ സയൻസ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇതേ ആൾക്കാർ നമ്മൾ കുറച്ച് നൂറ്റാണ്ട് മുമ്പിലായിരുന്നുവാണെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഭൂമി പരന്നതായിട്ടാണ് തോന്നുന്നത്, സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മുടെ ചുറ്റും കറങ്ങുന്നതായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ പിന്നീട് പഠിച്ച് മനസ്സിലാക്കി വന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അത് കൂളായിട്ട് പറയുന്നത്. അത് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരാളെ കളിയാക്കാൻ പറ്റും അല്ലേ? ഷൈൻ ടോം ചാക്ക പറഞ്ഞു ഭൂമി പരന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് വിവരമില്ലെന്നൊക്കെ ചോദിക്കും. നമ്മൾ കുറച്ച് നൂറ്റാണ്ട് മുമ്പിലായിരുന്നെങ്കിൽ നമ്മൾ ഇത് തന്നെ പറഞ്ഞേനെ അല്ലേ? സോ നമ്മുടെ ബ്രെയിനിന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബേസിക്കായിട്ട് എന്തില്ല, സാധാരണ ചുമ്മാ ചിന്തിക്കുമ്പോൾ അത് കിട്ടില്ല. അത് എന്ത് വേണം, സയൻസ് എന്നുള്ള ടൂളും കൂടെ ഉപയോഗിക്കുമ്പോഴേ അത് കൺസീവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. അല്ലാതെ ബൈ ഡിഫോൾട്ട് ഇത് കാണുമ്പോൾ തന്നെ ഈ മെഷർമെൻറ്റ്സ് നമ്മുടെ തലയിലേക്ക് വരില്ല. അപ്പോൾ ആ പരിമിതി ഉണ്ട്. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് പരിണാമപരമായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, നമ്മൾ പാറ്റേൺ സീക്കിങ് ആനിമൽസ് ആണ്. അതായത് എവിടെയെങ്കിലും ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ അതിന് പരിണാമപരമായിട്ട് ഗുണമുണ്ട്. അതേപോലെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അതിൻ്റെ ട്യൂണിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ച് തെറ്റുകൾ വരുത്തുന്നത്, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ സീക്കിങ്ങിൻ്റെ ഒരു നല്ല ഉദാഹരണം പറയാണ് BF സ്കിന്നർ എന്ന് പറഞ്ഞ സൈക്കോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അത് പ്രാവുകളെ വെച്ചിട്ടാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിനെ ഒരു കൂട്ടിലിട്ടിട്ട് അതിന് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. അതായത് ഇത്ര സെക്കൻഡ് കൂടുമ്പോൾ 30 സെക്കൻഡ് കൂടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രാവിന് ഇത് എന്തുകൊണ്ടാണ് ഈ ഫുഡ് വരുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആ കിട്ടിയ സമയത്ത് ഇത് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത്
കൗണ്ടർ ക്ലോക്ക് വൈസ് തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രാവ് അപ്പം ഫുഡ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ആ തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അടുത്തത് കിട്ടി. അപ്പോൾ കണ്ടോ ഇത് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ്. ആക്ച്വലി തമ്മിലൊരു ബന്ധമില്ല, അത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ വന്നുകൊണ്ടിരിക്കുക. വേറൊരു പ്രാവ് തല ഇങ്ങനെ താഴെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ പിന്നെ അത് ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ഇത് തന്നെയാണ്, നമ്മുടെ അന്ധവിശ്വാസങ്ങളൊക്കെ ഇതാണ്. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കും. അത് ഈ പാറ്റേൺ സീക്കിങ്ങിൻ്റെ ഇതാണ്. നിങ്ങളിവിടെ കാണുന്നത് അതാണ്. മാഴ്സിലെ പണ്ടത്തെ ഒരു ഇമേജാണ് ആദ്യം കാണുന്നത്. അതിൽ എന്താണ്, ഒരു മുഖം, ആളുടെ മുഖം പോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ചർച്ചയായി. ആക്ച്വലി പിന്നെ ക്യാമറയൊക്കെ ബെറ്ററായി, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ചിത്രം അതാണ് ലാസ്റ്റ് കാണുന്നത്. അത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് മുഖമൊന്നുമില്ല. മനസ്സിലായോ? ഇതാണ് പല ഇതിലും മറ്റേ ബ്രെഡിൽ യേശുദേവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഈ പാറ്റേൺ സീക്കിംഗ് ആണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പൂരിപ്പിച്ചെടുത്തോളും. പാറ്റേൺ സീക്കിംഗ് തന്നെ നമ്മുടെ എബിലിറ്റിയാണ്. അതേപോലെ കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ നമ്മൾ എടുക്കും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എടുക്കില്ല. ഇപ്പോൾ ആണെങ്കിൽ AI കൂടെ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അല്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല പാരാസൈക്കോളജി സയൻറ്റിഫിക് അല്ലേ എന്ന് ചോദിച്ചാൽ അതെ തീർച്ചയായിട്ടും അതെ എന്ന് പറഞ്ഞിട്ട് ഉത്തരം തരും. പ്രത്യേകിച്ച് ജെമിനി പറഞ്ഞ പോലെ. അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാധനം തരും. അതാണ് കൺഫർമേഷൻ ബയാസ്. ഇത് മുമ്പ് നമുക്ക് ആവശ്യമുള്ള തപ്പിയെടുക്കണമായിരുന്നു, ഇപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുതരും. ഇങ്ങനെയും കുറേ ഇതുണ്ട്. ഇപ്പോൾ ആസ്ട്രോളജി ഒക്കെ ഇത് തന്നെ, ഇതാ നേരത്തെ പറഞ്ഞ പോലെ കോട്ടിട്ടുന്നേ ഉള്ളൂ, ഞാൻ തന്നെയാണ് യൂസഫ് ഷാ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അത് തന്നെയാണ്. എന്ത് ആസ്ട്രോളജി സംഭവം ഇതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു പരിപാടിയാണ് ഇത്. നിങ്ങൾ ജനിച്ച സമയത്തുള്ള ആകാശത്തിൻ്റെ പാറ്റേൺ യുണീക്കാണോ? അതെ. നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം യുണീക്കാണോ? അതെ. ഇത് രണ്ടും യുണീക്കാണ്, പക്ഷേ ഇത് തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ബന്ധമുണ്ടെന്ന് അവകാശപ്പെടണമെങ്കിൽ അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കണം. അല്ലാതെ വെറുതെ ഇതിൽ വേരിയേഷൻ ഉണ്ട് മറ്റതിൽ വേരിയേഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാഗിയുടെ തിയറിയും അംഗീകരിക്കേണ്ടി വരും. യെസ്. ന്യൂമറോളജി ഇതെല്ലാം അറിയാം അല്ലോ. അതായത് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും അതിൽ ഒബ്സസ്ഡ് ആണ്. വണ്ടിയുടെ നമ്പർ എടുക്കുന്നതിലും ഒക്കെ ഇന്ന നമ്പർ വരാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ ഇതായിട്ടുള്ള, അതായത് ഹസ്തരേഖാശാസ്ത്രവും അങ്ങനെയുള്ളതുണ്ട്. ലേണിംഗ് സ്റ്റൈൽസ്, അതായത് ചില ആൾക്കാർ വിഷ്വൽ ലേണേഴ്സാണ് അല്ലെങ്കിൽ ഓഡിറ്ററി ലേണറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. ഓരോരുത്തരുടെ സ്റ്റൈൽ വ്യത്യാസം. ഇതും അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വിഷ്വൽ ലേണറാണ്, അപ്പോൾ അതുകൊണ്ട് അയാൾ നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ കണ്ടു പഠിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെ ചെയ്ത് പഠിക്കേണ്ടി വരും അല്ലേ? എന്താ പഠിക്കുന്നത് എന്നുള്ള അനുസരിച്ചാണ് ലേണിംഗ് പ്രോസസ്സ്, അല്ലാതെ അത് ഒരാൾക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമല്ല. അതൊക്കെ ഡിസ്കാർഡ് ചെയ്ത തിയറിയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോഴും ആൾക്കാർ ഇതൊക്കെ പൈസ കൊടുത്തിട്ട് കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ കണ്ടെത്താനായിട്ട് കുറേ പൈസ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഓട്ടിസം ആൻഡ് വാക്സിൻ, അത് ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ളൊരിതാണ്. ഒത്തിരി, അതായത് വാക്സിൻ കാരണം ഓട്ടിസം ഉണ്ടാവുന്നു എന്നുള്ള ആരോപണം ഭയങ്കരമായിട്ട് വാക്സിനെതിരെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജൈവ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിൻ്റെ കൺസംഷനും ക്യാൻസറിൻ്റെ റേറ്റും നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി പാരലായിരിക്കും. കാരണം ഇപ്പം ഈ ജൈവ കൃഷിയിൽ നിന്നുള്ളതിന് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമുണ്ട്, കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫും മറ്റതിൻ്റെ ഗ്രാഫും പാരലായിരിക്കും. അതുകൊണ്ട് ഇതുകൊണ്ടാണ് അതെന്ന് പറയാൻ പറ്റും. തിരിച്ചു പറഞ്ഞാൽ ഇഷ്ടപ്പെടും. ഫാസ്റ്റ് ഫുഡ് കാരണമാണ് ഇതെന്ന് പറഞ്ഞാൽ ഓക്കെ ഡൺ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ഇതാണ്. ഈ റീസെൻ്റ്ലി ഒരു ഇത് കണ്ടു, ഒരു പോഡ്കാസ്റ്റ് ഒരാൾ പറയുകയാണ് ഓട്ടിസം ബേസിക്കലി ഗട്ട് ഇഷ്യൂ ആണ്. ഗട്ട് മൈക്രോബയോം എന്നുള്ള ഇപ്പോൾ റിസർച്ച് ഒരുപാട് നടക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലയായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഓട്ടിസം ഗട്ട് ഇഷ്യൂ ആണ്. ആ ഓട്ടിസം ഉള്ള ആൾക്കാരിൽ ഗട്ടിൻ്റെ മൈക്രോബയോം വ്യത്യാസമായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ വേരിയേഷൻ ഉണ്ടെന്ന് നേരത്തെ അത് കാരണമാണ് ഇതെന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ എങ്ങനെ ജമ്പ് ചെയ്തത് അല്ലേ? ഓട്ടിസം ഇസ് ബേസിക്കലി ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ, അല്ലാതെ അത് ഗട്ട് മൈക്രോ. അപ്പോൾ രണ്ട് പേര് എന്ത് ചെയ്യുന്നു, മറ്റേ ഇതുപോലത്തെ മൈക്ക് പോരാ, മറ്റേ വലുത് വേണം, അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ്, അത് മാറ്റിയാൽ ഇൻ്റർവ്യൂ. യെസ്, അതാണ് പരിപാടി. ഇപ്പോൾ പോഡ്കാസ്റ്റിൽ സ്റ്റുപ്പിഡിറ്റി പറയുന്നത് കുറേ ട്രോളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ അത്ര ആയിട്ടില്ല, പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം മൈക്ക് കൂടുതലാണെന്ന് തോന്നുന്നു അവിടെ. എന്തായാലും ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് സയൻറ്റിഫിക്കലി എവിഡൻസ് ഇല്ല ഇതൊന്നും വർക്ക് ചെയ്യുന്നുള്ളതിന്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു തെളിവും കിട്ടുന്നില്ല, താൽക്കാലികമായിട്ടുള്ള എഫക്റ്റുകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്ന കളർ തെറാപ്പി, ഇപ്പോൾ നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെങ്കിൽ നീല ലൈറ്റ് നിങ്ങളുടെ ദേഹത്ത് ഇങ്ങനെ കാണിക്കുക. ആങ്സൈറ്റി ആണെങ്കിൽ അത് കൊടുക്കരുത് കേട്ടോ, മഞ്ഞ ലൈറ്റ് വേണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ നല്ല എമൗണ്ട് വാങ്ങിയിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ്, നല്ല പരിപാടിയല്ലേ? കാരണം ചെറിയ ഒരു ലൈറ്റിൻ്റെ ചിലവേ ഉള്ളൂ. ഒരു സെഷന് ഇത്ര 30 മിനിറ്റിൻ്റെ ഒരു സെഷന് 1500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാം, ആൾക്കാർ വരും. സോ അതേപോലെ കുറേ സാധനങ്ങളുണ്ട്, ഞാൻ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബാക്കി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയുള്ള സംഭവം കൂടുതൽ വർക്ക് ചെയ്യുന്ന പ്ലസീബോ എഫക്റ്റാണ്. അതായത്
നമുക്കത് ഒരു ഫീൽ ഗുഡ് ഐറ്റമാണ്, തൽക്കാലം അത് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നും. ഇപ്പോൾ നമ്മൾ ലെന, ആക്ട്രസ് ലെനയൊക്കെ പറഞ്ഞിരുന്നതാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ബുദ്ധ സന്യാസിയായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം അതിപ്പോൾ അല്ലാന്ന് എങ്ങനെ തെളിയിക്കും, ആണെന്ന് എങ്ങനെ തെളിയിക്കും? ഫോൾസിഫയബിൾ അല്ല. ഇതിങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊരാൾ പറയുകയാണ്. അപ്പോൾ അത് അല്ല, അതിപ്പോൾ ഇപ്പം മനസ്സിലായോ, അവിടെ സയൻറ്റിഫിക് പ്രോസസ്സ് പോസിബിൾ അല്ല. ആണെന്നോ അല്ലെന്ന് എങ്ങനെ പറയും എന്നുള്ള പ്രശ്നമാണ്. ഇങ്ങനെ കുറേ വെൽനസ് പ്രോഗ്രാംസ്, അതേപോലെ ഞാൻ ഓരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല. ബ്രെയിൻ ജിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരേ സമയം കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക, അത് തെറ്റിപ്പോവും അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാലുകൊണ്ടും ഒക്കെ കൂടി ഇങ്ങനെ വരയ്ക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രെയിനിന് ചലഞ്ച് കൊടുത്ത് ഐക്യു കൂടും എന്നൊക്കെയാണ് പറയുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഐക്യു ഒന്നും കൂടാനായതുകൊണ്ട് കഴിയില്ല എന്നുള്ളത് തെളിവുണ്ട്. സോ ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പ് പരിപാടി, ലൈഫ് കോച്ച്, അതേപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, മൈൻഡ് പവർ ട്രെയിനർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ടേംസ് ഉണ്ടാവും. സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരിലും ആൾക്കാർ വരുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ, അത് വേറെ വിഷയം. അപ്പോൾ ഇത് ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴാണെങ്കിലും ആ സൈക്കോളജി ഒരു അനന്ത സാഗരമാണ്, അതിൻ്റെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന കൊച്ചുകുട്ടിയാണ് ഞാൻ എന്നുള്ളതാണ്. ഞാൻ ഇത് നോക്കി വന്നപ്പോഴാണ് ഇത് അതിനേക്കാളും വലിയ സാഗരമാണ്, ഇത് പസഫിക് ഓഷ്യനാണ്. അത് അതിൻ്റെ തീരത്തല്ല, അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോവില്ല. പക്ഷെ സംഭവം ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഞാൻ അവിടെ നോക്കുന്നത്, നിങ്ങളും നോക്കേണ്ടത് വൈ ഡസ് ഇറ്റ് വർക്ക്. ഇത് ഇന്ന ആൾ പ്രശ്നം ചെയ്യുന്നു, ഇന്ന ആൾ ഉടായ്പാണ്, ഇതാണെന്ന് പറയുന്നത്, ആൾക്കാർ എന്തുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് മനുഷ്യൻ്റെ ബേസിക് നേച്ചറിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുക. മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്, അതിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും പിടികിട്ടുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ആദ്യത്തെ റിയാക്ഷൻ ഇങ്ങനെ എന്താണ്, മറ്റേ ആഞ്ജനേയ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമായിരിക്കും. ഇനി അങ്ങനെ പറഞ്ഞത് ഇനി ബ്രാഹ്മണിക്കൽ ഹെജിമണി ആവുമോ എന്ന് എനിക്കറിയില്ല, 10 കൊല്ലം കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ അതായിരിക്കും, ഈ ലൈക്ക് വാട്ട് ഇസ് ദിസ് എന്നുള്ള സാധനമായിരിക്കും, ഫ്രസ്ട്രേഷൻ ആയിരിക്കും. പക്ഷേ പിന്നെ നമ്മൾ ആലോചിക്കും, അല്ല ഇത് രസമുണ്ട്, എന്തുകൊണ്ട് ആൾക്കാർ ഇതിൽ പോകുന്നു? എനിക്കത് തോന്നുന്നില്ല, പക്ഷേ വേറെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട്. ദെൻ വൈ? സൈക്കോളജി സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ അല്ലേ. മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ക്യൂരിയസ് ആയിരിക്കണം, അത് എന്ത് പെരുമാറ്റമാണെങ്കിലും. അപ്പോൾ അത് അകന്ന് നിൽക്കാതെ എന്ത് ചെയ്യുക, അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് പോകുന്നു എന്നുള്ള സംഭവം. അപ്പോൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഇപ്പോൾ വിഷ്ഫുൾ തിങ്കിങ് എന്നുള്ളത് പറഞ്ഞു, നീഡ് ഫോർ സെർട്ടനിറ്റി പറഞ്ഞു, ബാർണം എഫക്റ്റ് പറഞ്ഞു, ഇമോഷണൽ റീസണിങ് പറഞ്ഞു, പാറ്റേൺ സീക്കിംഗ് പ്രോസസ്സ് പറഞ്ഞു, കൺഫർമേഷൻ ബയാസ്, പ്ലസീബോ, ഇങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്യും? ഇതെല്ലാം കിടക്കുകയല്ലേ, നമ്മളുടെ തലച്ചോറിലൊക്കെ കിടപ്പുണ്ട് അല്ലേ. എന്ത് ചെയ്യും? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇപ്പം മറ്റേ തിലകൻ പറഞ്ഞ പോലെ അനുഭവജ്ഞാനം കൊണ്ടും നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുകയാണ്, കുട്ടി ഇറ്റ്സ് ഇൻക്യൂറബിൾ, ഇനി പരിഹാരമില്ല അല്ലേ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എല്ലാ കാലത്തും, ഇങ്ങനെ തട്ടിപ്പോഴും. പിന്നെ എന്തിനീ പറഞ്ഞിട്ട് കാര്യമില്ലേ. അപ്പോൾ അവിടെ ഞാൻ തിരിച്ച് പറയും, സോറി, ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദ കൺവെൻഷണൽ ലോസ് ഓഫ് സൈക്യാട്രി. ഓക്കെ, അപ്പോൾ അവിടെയും മയിലെണ്ണ വിൽക്കാനല്ല. സോ ഹൗ ക്യാൻ യു ഗെറ്റ് ടു ദിസ്? ഈ എന്താണ്, നമ്മുടെ കേശവൻ നായർ ആദ്യം കുമ്പടി വീണ് പോയ ആളാണല്ലേ, പക്ഷെ അയാൾ കണ്ടെത്തുന്നുണ്ട്. എങ്ങനെ കണ്ടെത്തുന്നത്? അവിടെ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു കുക്ക് വരികയാണ്. അങ്ങനെയാണ് അയാൾ ശശി, പാലാരിവട്ട ശശി എന്ന് പറയുന്നുണ്ടല്ലേ. ആ കൂടെ വന്ന കുഞ്ഞിരാമനാണ് സയൻസ്. നമ്മൾ സയൻസ് പഠിക്കുക, സയൻസിനെ കൂടെ കൂട്ടുക. അപ്പോഴാണ് നമുക്കിതിൽ ഏതാണ് ശശി എന്നുള്ളതും ഏതാണ് യഥാർത്ഥ സൈക്കോളജി എന്നുള്ളതും ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പം നിങ്ങൾ ഒരു ഔദ്യോഗിക ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ WHO ഡിപ്പെൻഡ് ചെയ്താൽ WHO അക്യുപഞ്ചറിനെ എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇട്ട പോസ്റ്റാണ് ആ കാണുന്നത്. ഓക്കെ, അപ്പോൾ WHO എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? അക്യുപഞ്ചർ എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ എല്ലാ ലോകത്തെല്ലാം എവിഡൻസ് ബേസ്ഡാണ് അല്ലേ. എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്, അതിലിടയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു സൂചി കുത്തി കയറ്റി കഴിഞ്ഞാൽ ബ്ലോക്ക് ക്ലിയർ ആവും. ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ കോൺസെപ്റ്റ്, അത് വെച്ചിട്ടുള്ള സാധനമാണ് എവിഡൻസ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പറ കാണുന്നത് ഡോക്ടർ BM ഹെഗ്ഡെ, ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം ഇതേപോലെ മോഡേൺ മെഡിസിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള മനുഷ്യനാണ്. ആ കാണുന്നത് അവിടെ പത്മവിഭൂഷൺ സ്വീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യം ആ ഒരൊറ്റ ഫോട്ടോയിൽ കൺവേ ചെയ്യാം. അതായത് ഒരാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമേ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, 2 ഗവൺമെൻറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല. സോ ബേസിക്കലി യു ആർ അലോൺ അല്ലേ. നിങ്ങൾക്ക് ഗവൺമെൻറ് പറയുന്നത് കേട്ടിട്ടോ, ഒരു ഔദ്യോഗിക ബോഡി പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് കേട്ടിട്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എവിടെ നിന്ന് എടുക്കും? അപ്പോഴാണ് ഈ കോർണറിൽ ഉള്ളൊരു സിമ്പൽ കാണുന്നത് അല്ലേ. എന്താണ്? എസൻസ് ഗ്ലോബൽ ഫോളോ ചെയ്യാനല്ല കേട്ടോ പറഞ്ഞത്, ഓൺ വിങ്സ്. മനസ്സിലായോ? യു ഹാവ് ടു
റിലൈ ഓൺ യുവർ ഓൺ വിങ്സ്. അത് ഞാൻ പറഞ്ഞതും നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ സ്വന്തം നോക്കുക. ആ ഓൺ വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, അവിടെ എന്തും കൂടി ഉണ്ട്, സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അത് ചേർന്നിട്ടാണ് ഞാൻ തുടക്കം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മാറ്റം കൊണ്ടുവരാൻ പറ്റുക. റിസൾട്ട് ഉള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ നോക്കൂ. യു ഡു യുവർ ഓൺ എക്സ്പെരിമെൻറ്റ്സ്. നിങ്ങൾ വായിച്ചു നോക്കൂ. അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്ത് തോന്നി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലേ? അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ എന്ത് വേണ്ട? പ്രീ ഡിഗ്രി ലെവൽ പോലും വേണ്ട, അല്ലേ? പ്രീ ഡിഗ്രിക്കാരൻ്റെ മതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി ലെവൽ വേണ്ട, എന്ത് മതി? 4ാം ക്ലാസ്സും കുസ്തിയാണെങ്കിലും മതി. പക്ഷേ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനം വേണം. അതിന് അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു. മെൻ്റലിസം. ഓക്കെ, മെൻ്റലിസം എന്ന് പറയുന്നത് ബേസിക്കലി സൈക്കോളജിയിലെ ഒരു ഏരിയ അല്ല. ഇറ്റ്സ് എ മാജിക് ട്രിക്ക്. അതായത് നിങ്ങൾ ഇപ്പോൾ പണ്ട് മുതുകാടൊക്കെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം ഉണ്ട്. അതായത് ഒരു പെട്ടി കൊണ്ടുവരും, 3 കഷ്ണമായിട്ട് ഇങ്ങനെ പെട്ടി കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഒരാളെ കയറ്റി കിടത്തും. എന്നിട്ട് പല സൈഡിൽ നിന്ന് ഇങ്ങനെ വാളൊക്കെ കയറ്റും. അപ്പോൾ അയാളുടെ തലയും കൈയൊക്കെ ഇങ്ങനെ പുറത്ത് കാണാം, ബാക്കി കാണില്ല. എന്നിട്ട് അത് ഓഗസ്റ്റ് 15-നാണെങ്കിൽ ആ പെട്ടിക്ക് ത്രിവർണ്ണ കളർ ഉണ്ടാവും. ക്രിസ്മസ് ആണെങ്കിൽ ചുവപ്പ് കളറായിരിക്കും. സംഭവം ഐറ്റം ഇത് തന്നെയാണ്, അല്ലേ? കുറേ തവണ കണ്ടിട്ടുണ്ട്. അവിടെ ആ മാജിക് ഐറ്റം കാണുമ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഇത് എങ്ങനെയാണ് ഈ ശരീരം 3 പീസ് ആക്കിയിട്ട് തിരിച്ച് റീജോയിൻ ചെയ്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ഇതെങ്ങനെയോ ട്രിക്കാണെന്ന് നമുക്കറിയാം. ഈ ട്രിക്ക് എന്താണെന്നേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ബോഡി അവിടെ 3 പീസ് ആയെന്നും തിരിച്ച് റീജോയിൻ ആയെന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ. അതേപോലെ തന്നെ മെൻ്റലിസം എന്നുള്ളൊരു മാജിക് ട്രിക്കാണ്. അപ്പോൾ എങ്ങനെ മനസ്സ് വായിച്ചു എന്ന് ചോദിക്കരുത്. മനസ്സ് വായിച്ചിട്ടില്ല, ഇറ്റ്സ് എ ട്രിക്ക്. ആ ട്രിക്ക് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു, അത് മജീഷ്യനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഐ എം നോട്ട് എ മജീഷ്യൻ. ഓക്കെ, സോ അതാണ് മെൻ്റലിസത്തിൻ്റെ ഇത്. ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റേജ് ഐറ്റം. കാരണം സ്റ്റേജിൽ നല്ല അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ജസ്റ്റ് ലൈക്ക് എനി അതർ മാജിക് ട്രിക്ക്, മെൻ്റലിസം നല്ല രസമുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. ഇറ്റ് ഈസ് നോട്ട് സൈക്കോളജി. ആരെങ്കിലും മെൻ്റലിസം ചെയ്യുന്ന ആരെങ്കിലും അവർക്ക് മനസ്സ് വായിക്കാൻ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് അൺഫോർച്ചുനേറ്റ്ലി. പല ആൾക്കാരും അതൊക്കെ, കാരണം ഇത് ആൾക്കാർ വൾണറബിളാണെന്ന് ഇവർ ചെയ്തു വരുമ്പോൾ മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് വിശ്വസിക്കും എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാണ് അവിടെ വിഷയം. ഓക്കെ, അപ്പോൾ യെസ്, എനി അതർ ക്വസ്റ്റ്യൻസ്? അക്യുപഞ്ചറും അതേപോലുള്ള മെഡിസിനൊക്കെ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സാധാരണക്കാരന് എങ്ങനെ അത് തിരിച്ചറിയാൻ കഴിയുക? നമ്മളുടെ തലച്ചോറിന് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. പരിണാമപരമായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് കാട്ടിൽ ജീവിക്കാനുള്ള മിനിമം കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിനുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് സയൻസിൻ്റെ ഹെൽപ്പോട് കൂടി, സയൻസ് നമ്മൾ തന്നെയാണ് കണ്ടുപിടിച്ചത്, അല്ലേ? അത് കുറച്ച് കാണുന്നതല്ല. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ജീവിതത്തിൽ എല്ലാം സയൻറ്റിഫിക്കായിട്ടല്ല ആലോചിക്കുന്നത്. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ആ ബസ് അപകടത്തിലാവാനുള്ള സാധ്യതകൾ മുഴുവൻ കണക്കൂട്ടിയിട്ട് കയറാൻ പറ്റും. ആ റോട്ടിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയുണ്ട്, അല്ലെങ്കിൽ ആ ടയറിൻ്റെ ത്രെഡ് ലെവൽ മെഷർ, ഇതൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ സാധാരണ ജീവിതത്തിൽ സയൻറ്റിഫിക്കായിട്ട് എല്ലാ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ സംശയം വരുമ്പോൾ യു ക്യാൻ യൂസ് ദ ടൂൾ ഓഫ് സയൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സയൻറ്റിഫിക് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. എങ്ങനെ അന്വേഷിക്കുക? എനിക്ക് അനുഭവം ഉണ്ട് എന്നുള്ളതിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അനുഭവം എന്നുള്ളത് അനക്ഡോട്ടൽ എവിഡൻസ് ആണ്, അത് ഏറ്റവും കുറഞ്ഞ എവിഡൻസ് ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ പോകും? അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തണം. പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാർ എന്താ പറയുന്നത്? ഒരു പരീക്ഷണം മതിയോ? പോരാ. പിന്നെയും പരീക്ഷണം നടത്തിയിട്ട് ഒരേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ മെറ്റാ അനാലിസിസ് ഉണ്ടോ? ഇങ്ങനെയുള്ള രീതിയിലേക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സയൻസിൻ്റെ ലാംഗ്വേജ് പഠിക്കണം. സയൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ മാർഗ്ഗമുള്ളൂ. അതാ പറഞ്ഞ ഓൺ വിങ്സ് ആണ്, ബട്ട് യു ഹാവ് സയൻസ്. സയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷനുള്ളൂ. അപ്പോൾ നമ്മളിത് ഞാനീ പറഞ്ഞു നിർത്തിയതാണ്, ഈ ഓൺ വിങ്സ് എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ പറ്റില്ല. മെജോറിറ്റി മനുഷ്യർ ഇങ്ങനത്തെ സാധനത്തിൽ വീഴും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന പർപ്പസ് അതാണ്. അതിൽ പലതും റെഡിക്കുലസ് ആയിട്ട് പ്രമഭാസി തോന്നും, നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നാം. ചിലതിൽ നമുക്ക് കുറച്ചും കൂടി ഈ സ്റ്റേജിലത്തെ ഈ ഹിയറിങ്ങിൽ തന്നെ നമുക്ക് അതിൽ ബ്രെയിൻ ചെലുത്താൻ തോന്നും. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ വിങ്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അപ്പോൾ ചില ഇതിൽ ഇപ്പം തന്നെ ഞാൻ കോൺട്രാഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വിത്ത് റിഗാർഡ് ടു NLP ആൻഡ് വിഷ്ഫുൾ തിങ്കിങ്. വിഷ്ഫുൾ തിങ്കിങ് ഈസ് എൻ ഇൻബോൺ ക്വാളിറ്റി ഇറ്റ് ഷുഡ് ഹാവ്. അതും അഗെയിൻ പാർട്ട് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആണ്. ഈ വിഷ്ഫുൾ തിങ്കിങ് വെച്ചിട്ട് NLP എന്നതിലേക്ക് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ്റെ മാറ്റർ വരുന്ന സമയത്ത് സ്വിഷ് മെത്തേഡ് പറഞ്ഞല്ലോ. അപ്പം അതിൽ നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്വിഷ്
അതായത് നമ്മൾ ബേസിക്കലി ന്യൂറോളജിക്കലി ആണ് ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയാണ് നമുക്ക് സ്മോക്കിംഗ് വേണമെന്നുള്ളത്. ഈ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെ നമ്മൾ ഈ സ്വിച്ച് വെച്ചിട്ട് ഒരു ഓവർ എ ടൈം പീരീഡ്, കാരണം ഇതൊരു ഈ പറയുന്ന സർജ് ഉണ്ടാവുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ സ്മോക്കറല്ല, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഇതൊരു ആ സർജ് പീരീഡിൽ ഈ വിഷ്ഫുൾ തിങ്കിങ് വെച്ചിട്ട് ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഇതിനെ ആ ടൈം ഓവർകം ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ഐ കുഡ് ബി. ഓക്കെ, എന്നാണ് എൻ്റെ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതിൽ ഇപ്പം അഡിക്ഷൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇപ്പം അഡിക്ഷനെ സയൻറ്റിഫിക്കലി നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ, NLPയുടെ മെത്തേഡും സയൻറ്റിഫിക് മെത്തേഡും എങ്ങനെയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡലാണ്. അതായത് അഡിക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്തുകൊണ്ടാണ് ഒരു കെമിക്കൽ നമ്മുടെ തലച്ചോറിൽ കയറി ഒരു പ്രത്യേക സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പറ്റുന്ന റിസപ്റ്റേഴ്സ് നമ്മുടെ തലച്ചോറിലുണ്ട്. സോ അതിന് സിമിലർ ആയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ അതിനെ മിമിക് ചെയ്തിട്ട് ഇതാക്കാണ്. അപ്പോൾ മോർഫിൻ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചപ്പോഴാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതാണ് എൻഡോർഫിൻ, അതായത് അകത്തുള്ള മോർഫിൻ എന്നുള്ളതാണ്. സോ ഈ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ NLP അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബിക്കോസ് NLPക്ക് ന്യൂറോ എന്നുള്ള ടേം ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ന്യൂറോളജി. ഓക്കെ, അപ്പോൾ ന്യൂറോളജിക്കലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ, അപ്പോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച്, സബ്സ്റ്റൻസ് അബ്യൂസിൽ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാളുടെ ബ്രെയിൻ കെമിസ്ട്രി മാറ്റാൻ എന്തൊക്കെ മരുന്നുകൾ ഹെൽപ്പ് ചെയ്യും, ഏതളവിൽ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് സൈക്കാട്രിക് ഹെൽപ്പ് അവിടെ ആവശ്യമായിട്ട് വരും. ഒന്ന് അവിടെ തീർന്നില്ല. ബയോ സൈക്കോ സോഷ്യൽ, സൈക്കോളജിക്കലി കൗൺസിലിംഗ്, അയാളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അയാളുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ അതിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അത് കൗൺസിലിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് വേണം. പിന്നെ സോഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാളുടെ സോഷ്യൽ സിറ്റുവേഷൻ എന്താണ്, അയാളുടെ ഫാമിലി സിറ്റുവേഷൻ എന്താണ്, അയാളുടെ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ്, അയാളുടെ സോഷ്യോ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ എന്ത് ചെയ്യണം, അയാളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ അവിടെ എന്ത് ചെയ്യണം, സോഷ്യൽ ലെവലിലും കൂടെ, സോഷ്യൽ വർക്കേഴ്സും ഗവൺമെൻറ് സംവിധാനങ്ങളും കൂടെ. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇത് പറയാം, പോർച്ചുഗലിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഡ്രഗ് പ്രശ്നം ഭയങ്കര കൂടിയപ്പോൾ അവർ ചെയ്തത്, ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് ഒരാൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ട് തിരിച്ച് വരുമ്പോൾ, അയാളിപ്പോൾ ഒരു മെക്കാനിക് ആണെന്ന് കരുതുക, അയാൾ തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ, അയാൾക്ക് 20,000 രൂപ ശമ്പളമുള്ള ഒരാളാണെങ്കിൽ 10,000 രൂപ ഗവൺമെൻറ് കൊടുത്തോളൂ. സോ അയാളെ എംപ്ലോയ് ചെയ്യുന്ന ആൾ 10,000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അയാൾ തിരിച്ച് ജോലിയിൽ കയറാനുള്ള സാധ്യത വളരെയധികം കൂടി. അപ്പോൾ ഇയാൾ തിരിച്ച് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചെല്ലാനുള്ള സാധ്യത കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ സർക്കാർ ഹെൽപ്പ് ചെയ്യാണ് എന്ത്, ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ സോഷ്യൽ ലെവലിലും കൂടെ ഹെൽപ്പ് ചെയ്യാണ്. ഇതെല്ലാം ബെസ്റ്റ് ആണെന്നല്ല, പക്ഷേ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് റിസൾട്ട്സ് കാണുന്നത്. ഇങ്ങനെ ബയോ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കാണുന്ന ഈ അപ്രോച്ചാണോ ശരി, അതോ സ്വിഷ് എന്ന് പറയുന്നതാണോ ശരി എന്നുള്ളത് ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. സ്യൂഡോ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഇതിന് സ്യൂഡോ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സ്യൂഡോ സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇവർ റിസ്കിൽ വെച്ചിരിക്കുന്നത് അവരുടെ സ്വന്തം രാജ്യത്തിലുള്ള ജനങ്ങളുടെ ജീവനാണ്. അപ്പോൾ ഇങ്ങനെ ജീവന് അതിന് ഭീഷണിയാവുന്ന രീതിക്ക് ഇപ്പോൾ ഹോമിയോപ്പതി, അലോപ്പതി, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് മൂലം ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭമാണോ അതല്ല ഇതിന് പുറമിൽ വേറെ വല്ലതും ഉള്ളതായിട്ട് തോന്നാറുണ്ടോ? ഇപ്പം ഞാനിപ്പോൾ ജെമിനിയോട് ചോദിക്കുകയാണ് ആയുർവേദം സയൻറ്റിഫിക് ആണോ അല്ലെങ്കിൽ അലോപ്പതി സയൻറ്റിഫിക് ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ജെമിനി പറയുന്നത് ഇതെല്ലാം സയൻറ്റിഫിക് ആണോ, നിനക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞാനൊരു റിസർച്ച് ഇപ്പോൾ ഒരു ചികിത്സയെക്കുറിച്ച് ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്നത് ഇപ്പോൾ സെർച്ച് എഞ്ചിൻസ് പോലെ ഇപ്പോൾ നമ്മുടെ ഈ ജെമിനി, ഗൂഗിൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ വരെ ഫേക്കാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്ത് നോക്കിയിട്ടാണ് റിസർച്ച് ചെയ്യേണ്ടത്? നമ്മുടെ ഇപ്പോൾ ഗൂഗിളും ജെമിനിയും ചാറ്റ് GPT എല്ലാം തന്നെ അവിടെ ഫേക്ക് ആക്കുകയാണ്. ഇതെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക് ആണ് എന്ന് ഫേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ, ഇപ്പോൾ കുറച്ച് നോളജബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ് പോയിട്ട് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിലൊക്കെ നോക്കും. അപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ ഏകദേശം ഒരു 80% ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കത് എങ്ങനെയാണ് ഈസിലി അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, അത് രണ്ട് ചോദ്യം അതിനകത്ത് വന്നു. ഒന്ന്, സർക്കാർ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺലി എതിർക്കാം. അപ്പോൾ എതിർക്കുമ്പോൾ സൈലൻസ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലിവർ ഡോക്കിൻ്റെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ പോളിസി എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പൊളിറ്റിക്കൽ റീസൺസ് എല്ലാം ഉണ്ട്.
വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഇൻഡിജീനിയസ് സാധനത്തിന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടും കൂടെയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് അറിഞ്ഞുകൂടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അത് എന്താ പറയുക, സയൻറ്റിഫിക് ആയിട്ടല്ല ചിന്തിക്കുന്നതെന്നുള്ളത്. ഇപ്പം റിസർച്ചിനെ ബിസിനസ് പോലെ കാണുന്ന ഭരണാധികാരികളാണ് പലപ്പോഴും ഉള്ളത്. അതായത് ഞാൻ ഇത്ര പൈസ മുടക്കിയാൽ എനിക്ക് ഇത്ര രൂപ കിട്ടണം എന്ന് പറയുന്നത്. റിസർച്ച് അങ്ങനെയല്ല. നമ്മൾ പൈസ മുടക്കി ചെന്ന് എത്തുമ്പോഴേ ചിലപ്പോൾ ആ ഉദ്ദേശ റിസൾട്ട് ആയിരിക്കില്ല. ദെൻ യു ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ. വേറെ രീതിയിൽ ശ്രമിക്കേണ്ടി വരും. സയൻസിൻ്റെ രീതി എന്താണെന്ന് അറിയാത്ത ഒരാൾ അതിനകത്ത് പൈസ മുടക്കാൻ തയ്യാറാവില്ല. കാരണം അത് ചെയ്തിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെയുള്ള ഭരണാധികാരികൾ വരുമ്പോൾ യു കാൺ ഡു മച്ച്. അത് നമുക്ക് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം പൊളിറ്റീഷ്യൻസിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ നമ്മുടെ പൊതുബോധമാണ്, അല്ലേ? പൊതുബോധം മാറിക്കഴിഞ്ഞാൽ അവർ മാറേണ്ടി വരും, ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം. സോ അത് നമ്മൾ മാറ്റാനാണ് ഈ ഡിസ്കഷൻ്റെ ഒക്കെ പ്രസക്തി. കൂടുതൽ ആൾക്കാരിലേക്ക് അത് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ അഭിപ്രായം മാറ്റി പറയും. അതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? സോ അതാണ് ആ പാർട്ട്. രണ്ടാമത്തെ കാര്യം, സാധാരണ ഒരാൾക്ക് എങ്ങനെ സയൻസ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വരുമ്പോൾ അത് അഗെയിൻ ഈ പറഞ്ഞ പോലെ അതൊരു പെട്ടെന്നൊരു ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒന്നാമത് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് സയൻസിൻ്റെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ എന്താണ്, ബോഡിയിൽ കൂടെ ഇങ്ങനെ കുറേ എനർജി ഫ്ലോ ഉണ്ട്, അതിനിടയ്ക്ക് ബ്ലോക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെയാണോ, ശരിക്ക് അനാട്ടമിക്കലി ഇങ്ങനെ സാധനം ഉണ്ടോ, അതോ ഇത് വെറുതെ കഥ പറയുന്നതാണോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അത് നമുക്ക് സെർച്ച് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT അല്ലെങ്കിൽ ജെമിനി എന്നുള്ളത് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ടൊരു 4-5 ആർട്ടിക്കിൾ വായിക്കാനോ അല്ലെങ്കിൽ ഒരു 2-3 പുസ്തകം റെഫർ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അത് ഏറ്റവും ലേസി ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ജസ്റ്റ് ഒരു സെർച്ച് മതി, അല്ലേ? അത് അതിന് തോന്നിയ ആൻസർ പറയും, അല്ലേ? അപ്പം ഞാൻ പൊതുവെ ചെയ്യാറില്ല എന്താണെന്ന് അറിയാം, ഈ കൺഫർമേഷൻ ബയാസ് വരാതിരിക്കാൻ ഞാൻ എന്താണോ റിസൾട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോംപ്റ്റ് കൊടുക്കും. എന്നിട്ട് അത് നോക്കും ഇതിൽ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഈ പാരാസൈക്കോളജി സയൻറ്റിഫിക് ആണോ എന്ന് ഞാൻ ജെമിനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഇത് സയൻറ്റിഫിക് അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയും. ആണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ അത് ന്യൂട്രലായിട്ട് കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു ന്യൂട്രലായിട്ട് പറഞ്ഞു, അതായത് അവർ ഉപയോഗിക്കുന്ന മെത്തേഡ് സയൻറ്റിഫിക് ആണ്, പക്ഷെ എന്താണ് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ജെമിനി പറഞ്ഞു. മനസ്സിലായോ? സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിനാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെനിക്ക് ഉത്തരം കിട്ടി. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ജെമിനി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം. പക്ഷേ പ്രോംപ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം. നമുക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് മാത്രം കിട്ടുന്ന രീതിയിൽ കൊടുക്കരുത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്താണ് ഗൂഗിൾ സ്കോളറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസർച്ച് പേപ്പർ കിട്ടും. പക്ഷെ അത് വായിക്കാൻ പറ്റിക്കോളുന്നില്ല. യു ഡൗൺലോഡ് ദാറ്റ് റിസർച്ച് പേപ്പർ, ഗിവ് ഇറ്റ് ടു ജെമിനി ഓർ ChatGPT, അത് പറഞ്ഞു തരും. മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമുക്കത് പതുക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അതേ മാർഗ്ഗമുള്ളൂ. പിന്നെ ദെൻ സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, ഇപ്പോൾ സയൻസിനെ സിമ്പിളാക്കി പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ട് നോക്കുക. അതും ഈ പറഞ്ഞ പോലെ ഓൺ വിങ്സ്, അത് ടേക്ക് ഇറ്റ് വിത്ത്. പിന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ, നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക, പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. അത് തന്നെയാണ് മാർഗം.